കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം തുടങ്ങിയത് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ സിലബസിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. സിലബസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം പ്രിലിംസിലും മെയിൻസിലും IRന്റെ ഭാഗം വരുന്നുണ്ട്. പ്രിലിംസിൽ ഒന്നാമത്തെ ടോപ്പിക് കറന്റ് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതിൽ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മുടെ പ്രിലിമിനറിയുടെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻസിലാണെങ്കിൽ GS സെക്കൻഡ്, അതായത് നമ്മുടെ പൊളിറ്റിക്സ് ഉള്ള പേപ്പറിൽ, മെയിൻസിന്റെ സിലബസ് അറിയുന്നവർക്ക് അതിന്റെ പൊളിറ്റിക്സിന്റെ പേപ്പറിൽ ലാസ്റ്റ് ഭാഗത്തായിട്ട് IRന്റെ മെയിൻസിന്റെ സിലബസിലും IR ഉണ്ടെന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം നമ്മൾ IRന്റെ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന ടോപ്പിക് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഫോറിൻ പോളിസി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു ഗവൺമെന്റോ ഒരു പ്രധാനമന്ത്രിയോ എന്ത് ചെയ്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ഏകദേശം ഒരു വർഷം മുന്നേ നെഹ്റു ഒരു ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റിൽ നെഹ്റു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഇന്നതായിരിക്കും എന്നുള്ളത് നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ നെഹ്റു അന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അതിലുള്ള പല പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ ഒരുവിധം പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അന്നത്തേക്കാൾ കൂടുതൽ, ആ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ വളരെയധികം റെലവെന്റ് ആയിട്ടുള്ളത് ഇന്നാണ് നമ്മൾ കണ്ടു. അപ്പൊ അതിന്റെ ഈ ഒരു മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഷെയർ ചെയ്തുതരും. അതിനുശേഷം ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിളും നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ ഒരു എവല്യൂഷൻ പറഞ്ഞു. അപ്പൊ ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസും ഒക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നിട്ടുണ്ട്. പ്രിസർവിംഗ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി ഓഫ് ദി കൺട്രി, പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ്, എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് നിയോ കൊളോണിയലിസം അല്ലെങ്കിൽ നിയോ ഇമ്പീരിയലിസത്തിനെ കുറിച്ചായിരുന്നു. നമ്മൾ ആധാർ കാർഡിനെ കുറിച്ചും അതേപോലെ തന്നെ അംബാനിയെ കുറിച്ചൊക്കെ അന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ നമ്മുടെ വീഡിയോ ലിങ്ക് നോക്കിയിട്ട് യൂട്യൂബിൽ ഉള്ള ലിങ്കിൽ എന്ത് ചെയ്യുക, കയറിയിട്ട് ആ ക്ലാസ് കാണാം. അതിനുശേഷം നമ്മൾ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസിയെ കുറിച്ച് സംസാരിച്ചു. രണ്ട് തരത്തിലുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് തിയറികളാണ്, ഐഡിയലിസവും റിയലിസവും. അപ്പൊ അതിൽ ഐഡിയലിസം എന്താണെന്നും റിയലിസം എന്താണെന്നും പറയുകയും അതിനുശേഷം നെഹ്റു ഫോളോ ചെയ്തിരുന്നത് ഐഡിയലിസ്റ്റിക് പോളിസി ആയിരുന്നു എന്നും, നെഹ്റുവിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയിലേക്ക് എത്തിയപ്പോൾ രണ്ട് തരത്തിലുള്ള പോളിസികളും നമുക്ക് കാണാമായിരുന്നു. അതായത് ഐഡിയലിസവും കാണാമായിരുന്നു, റിയലിസവും കാണാമായിരുന്നു എന്നും ഞാൻ പറഞ്ഞു. കാരണം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഒരേ സമയത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ്, ആദ്യത്തെ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് 1974 നടന്നിട്ടുണ്ട്. അതേ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ലോകത്തിലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് സമ്മിറ്റ് 1972 സ്റ്റോക്ക്ഹോം സമ്മിറ്റ് നടന്നത്. ആ സമ്മിറ്റില് സ്റ്റോക്ക്ഹോം സ്വീഡനിലത്തെ പ്രധാനമന്ത്രി അല്ലാതെ ഒരേ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാത്രമേ അതിൽ പങ്കെടുത്തിരുന്നുള്ളൂ. അത് നമ്മുടെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് ഒരുപാട് ഡെവലപ്മെന്റ് പോളിസികൾ, നമ്മുടെ സോഷ്യോ വെൽഫെയർ സ്കീമുകൾ, നമ്മൾ കാണുന്ന നരേഗ പോലുള്ള MNREGA പോലുള്ള സോഷ്യോ വെൽഫെയർ സ്കീമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഒരേ സമയത്ത് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള പോളിസി ഉണ്ടായിരുന്നു, റിയലിസ്റ്റിക് ആയിട്ടുള്ള പോളിസി ഉണ്ടായിരുന്നു. ഐഡിയലിസവും റിയലിസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ റിയലിസം പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ്. അതായത് അവര് റിയലിസ്റ്റിക് തിങ്കേഴ്സിന്റെ ആ ഒരു ചിന്തയില് എല്ലാവരും, മനുഷ്യന്മാരെല്ലാവരും സ്വാർത്ഥന്മാരാണ്, അതേപോലെ തന്നെ രാജ്യങ്ങളും സ്വാർത്ഥന്മാരാണ്, എല്ലാവരും സ്വന്തം കാര്യം നോക്കിയതിനു ശേഷമേ മറ്റുള്ളവരുടെ കാര്യം നോക്കുള്ളൂ എന്നുള്ളതാണ് റിയലിസ്റ്റിക് തിങ്കേഴ്സിന്റെ ചിന്താഗതി. നേരെ മറിച്ച് ഐഡിയലിസ്റ്റിക് ഐഡിയലിസ്റ്റിക് തിങ്കേഴ്സ് അല്ലെങ്കിൽ ഐഡിയലിസ്റ്റിക് തിയറി പറയുന്നത് എന്താണ്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുക, അല്ലെ, ആ രീതിയിലായിരിക്കും നമ്മൾ പുറത്തുള്ള രാജ്യത്തെയും രാജ്യത്തുള്ള ജനങ്ങളെയും ട്രീറ്റ് ചെയ്യുക. സെയിം ആയിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ അവരുടെയും ഡെവലപ്മെന്റും ക്ഷേമവും നമ്മൾ ഉറപ്പുവരുത്തും. ഇതാണ് ഐഡിയലിസം.
ഇപ്പൊ നെഹ്റു നല്ല ഒരു ഐഡിയലിസ്റ്റിക് ചിന്താഗതിക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഐഡിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. ഇന്ദിരാഗാന്ധിയിലേക്ക് എത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി ഒരേ സമയം മാറി മാറിയിട്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ഐഡിയലിസ്റ്റിക് പ്രിൻസിപ്പിൾസും ചില സന്ദർഭങ്ങളിൽ റിയലിസ്റ്റിക് പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തിരുന്നു. ഇന്ദിരാഗാന്ധിയിൽ നിന്നും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക്, പ്രത്യേകിച്ച് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷന് ശേഷമുള്ള കാലഘട്ടത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നമ്മൾ നോക്കുക, നമുക്കറിയാം ഇന്ന് റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ്, വെറും റിയലിസ്റ്റിക് ആയിട്ടാണ് ഇന്ത്യ എല്ലാ കാര്യങ്ങളിലും അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ലോകം മൊത്തം റിയലിസ്റ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയും റിയലിസ്റ്റിക് ആണ്. റിയലിസത്തിന്റെ അപ്പുറത്തേക്ക് ഇന്ത്യ അങ്ങനെ ഒരു മറ്റുള്ളവരെ മൈൻഡ് ആക്കാതെ നമ്മൾ ഐഡിയലിസം എന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോകരാജ്യങ്ങളുടെ ഇടയിൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് റിയലിസം ആണ്. ഇതുവരെ പറഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ചോദ്യവും നമുക്കൊരു ബേസിക് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ചോദ്യം, റിയലിസം ഐഡിയലിസത്തിന്റെ ബേസിൽ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് റിയലിസം ആണോ ഐഡിയലിസം ആണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ നമുക്കൊരു കാര്യം പറയാവുന്നതാണ്. നാളെ ഇന്ത്യ ഒരു സൂപ്പർ പവർ ഒക്കെ ആയിട്ട് ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രാജ്യമായിട്ടൊക്കെ മാറിയാൽ ഇന്ത്യ തീർച്ചയായിട്ടും ഐഡിയലിസം ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. കാരണം ഇന്ന് സൂപ്പർ പവർ, ഇന്ന് എത്ര നമ്പർ 1 കൺട്രി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക നമ്പർ 1 കൺട്രി ആയ അമേരിക്ക ഐഡിയലിസം ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഉണ്ടായിട്ടുള്ള ഒരു 90% പ്രശ്നങ്ങളും ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സൂപ്പർ പവർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ കൺസേൺസ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് എല്ലാവരും നമ്മളെ നോക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് ഐഡിയലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മൊത്തം സമാധാനത്തിൽ വലിയ റോള് വഹിക്കും എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഐഡിയലിസവും റിയലിസവുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതിന് ശേഷം ഡിസ്കസ് ചെയ്യാനുള്ളത് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ആണ്. നമ്മൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വിദേശ നയത്തെ കുറിച്ചാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ ഒരു പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 5 തത്വങ്ങൾ എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു 2 പാർട്ടീസിന്റെ ഇടയിൽ, അത് രാജ്യം തന്നെ ആവണമെന്നില്ല, 2 ആളുകളുടെ ഇടയിലും, വില്ലേജസിന്റെ ഇടയിലും, സൊസൈറ്റികളുടെ ഇടയിലും, നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഇടയിലും, ഫാമിലീസിന്റെ ഇടയിലൊക്കെ ഫോളോ ചെയ്യാവുന്ന 5 നോബിൾ പ്രിൻസിപ്പിൾസ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ അതിൽ 5 പ്രിൻസിപ്പിൾസ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. നമ്മൾ 2 രാജ്യങ്ങളുടെയും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയും സോവറിനിറ്റിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, അല്ലെ? നമ്മൾ 2 വ്യക്തികളാണെങ്കിൽ പോലും, എത്ര വലിയ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ ഒരു പരിധി, എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്കൊരു പരിധിക്കപ്പുറം മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പറ്റില്ല. മ്യൂച്വൽ നോൺ അഗ്രഷൻ, മ്യൂച്വൽ നോൺ ഇന്റർഫറൻസ് ഇൻ ഇന്റർണൽ അഫയേഴ്സ്, അല്ലെ? ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, ഈക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്. ഇത് എല്ലാവരുടെ ഇടയിലും ഫോളോ ചെയ്യാവുന്ന ഒരു നല്ല 5 തത്വങ്ങൾ ഇന്ത്യയുടെയും ചൈനയുടെ ഇടയിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ്. പക്ഷെ പിന്നീട് ഇന്ത്യയും ചൈന 1962 തന്നെ യുദ്ധം ഉണ്ടായി എന്നുള്ളത് വേറൊരു കാര്യം. ഉണ്ടായത് എന്തുകൊണ്ടാണ്? 2 പേർക്കും ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ പഞ്ചശീൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ചോദ്യം വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ എസ്സേയിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങളും പലപ്പോഴായിട്ട് ഈ പഞ്ചശീലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ അടുത്തത് കിടക്കുന്നത് കൊളാപ്സ് ഓഫ് സോവിയറ്റ് യൂണിയൻ ആൻഡ് എൻഡ് ഓഫ് കോൾഡ് വാർ എന്നുള്ള ടോപ്പിക്കാണ്. ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലോകത്തൊരു കാലഘട്ടത്തിൽ, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ലോകത്ത് ഒരു ഏകദേശം 45 വർഷത്തോളം കോൾഡ് വാറിന്റെ പീരീഡ് ആയിരുന്നു. സോവിയറ്റ് യൂണിയനും US തമ്മിലുള്ള എന്താ പറയുക, ശീതയുദ്ധം അല്ലെങ്കിൽ ശീത സമരം, അല്ലെ? അതായത് അവർ തമ്മിൽ നേരിട്ട് യുദ്ധത്തിൽ വന്നിട്ടില്ല എങ്കിൽ പോലും അവരുടെ പക്ഷത്തുള്ള രാജ്യങ്ങളും അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങൾ പലപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് സോവിയറ്റ് യൂണിയനും US അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ഒരു സെക്കൻഡ്.
ഓക്കെ, അപ്പൊ ആ ഒരു സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞ കോൾഡ് വാർ എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. സോവിയറ്റ് യൂണിയനും അതേപോലെ തന്നെ അമേരിക്കയും ഒരേപോലെ കിടപിടിച്ച് എല്ലാ രീതിയിലും മത്സരം. കോൾഡ് വാർ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ യുദ്ധത്തിന്റെ മേഖലയിൽ മാത്രമല്ല സകല മേഖലകളിലും മത്സരമായിരുന്നു. ഇപ്പോ ആദ്യമായിട്ട് സ്പേസിലേക്ക് ആദ്യമായിട്ട് USSR പോയപ്പോഴാണ് അതിന് പകരം അതിനൊന്ന് കവച്ചു വെക്കണല്ലോ എന്നുള്ള ആ ഒരു വാശിയുടെ പുറത്താണ് ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് ആര് പോകുന്നത്, അമേരിക്ക പോകുന്നത്. സത്യം പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ കാലഘട്ടം കഴിഞ്ഞു. എന്താണ് ടെക്നോളജി എത്രമാത്രം വികസിച്ചു എന്നിട്ടും പിന്നീട് ഒരാൾ പോലും ചന്ദ്രനിലേക്ക് പോയിട്ടില്ല. കാരണം എന്താണ്, ഇന്ന് ചന്ദ്രനിലേക്ക് ആള് പോവാതെ തന്നെ എന്ത് ചെയ്യാം, അവിടെ നിന്നുള്ള ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് കളക്ട് ചെയ്യാം. മാത്രല്ല ചന്ദ്രൻ എന്നാ പറഞ്ഞല്ലേ, എന്താണ് മൂണിലേക്ക് മൂണിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, വേറെ ആരും പോയിട്ടില്ല. കാരണം പോകാതെ തന്നെ കാര്യങ്ങൾ നടക്കും. മാത്രമല്ല പോകൽ എന്താണ് ഭയങ്കര ഡേഞ്ചറുമാണ്, ഹൈലി ഡേഞ്ചറസുമാണ്. പക്ഷെ അന്ന് ആ ഒരു വാശിപ്പുറത്ത് മാത്രമാണ് എന്താണ് ഈ കോൾഡ് വാറിന്റെ സമയത്ത് എന്ത് ചെയ്തത്, നമ്മുടെ അമേരിക്ക നീൽ ആംസ്ട്രോങ്ങിനൊക്കെ ചന്ദ്രനിലേക്ക് വിട്ടത് ആ ഒരു വാശിപ്പുറത്ത് മാത്രമാണ്. അപ്പോ അങ്ങനെയുള്ള കോമ്പറ്റീഷൻ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന കാര്യത്തില്, സ്പേസ് ഫീൽഡില്, ടെക്നോളജിക്കൽ ഫീൽഡില്, ഡിഫൻസ് ഫീൽഡിൽ എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ വന്ന് അവസാനം ഒരു ടീം ഈ USSR എന്തായി, ഓവർ സ്ട്രെച്ച്ഡ് ആയി, ഭയങ്കരമായിട്ട് സ്ട്രെച്ച്ഡ് ആയി. കാരണം അവിടുത്തെ എക്കോണമി ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു. അവർക്ക് പുറത്തുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡും കാര്യങ്ങളും വളരെ കുറവായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ കാരണത്തിൽ അവർ മെല്ലെ എന്താവാൻ തുടങ്ങി, സ്ട്രെച്ച്ഡ് ആവാൻ തുടങ്ങി. പോരാത്തതിന് അവിടുത്തെ സിസ്റ്റം, കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം, അവര് എല്ലാവർക്കും ഈക്വാലിറ്റി എന്നുള്ള തത്വത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയതെങ്കിൽ പോലും അവസാനം അവിടെ കറപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് ആ ഒരു സിസ്റ്റത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. പോരാത്തതിന് പലപ്പോഴും അമേരിക്ക ജനങ്ങളെ പറ്റാവുന്ന രീതിയിലൊക്കെ എന്താണ് നമ്മൾ കുത്തിത്തിരിപ്പ് കാണിക്കുക എന്ന് പറഞ്ഞ പോലത്തെ പ്രവർത്തനങ്ങളും കൂടി ആയപ്പോ USSR എന്തായി, 1991 കൊളാപ്സ് ആയി. ആ രാജ്യം തന്നെ ഇല്ലാണ്ടായി. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ആ ഒരു 10-15 രാജ്യങ്ങളുടെ കൂട്ടായിരുന്നു. അവർ കൊളാപ്സ് ആയി, പല രാജ്യങ്ങളായി ഡിവൈഡ് ചെയ്തു. റഷ്യ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അങ്ങനെ പല രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ആയി. അതിന്റെ ഏറ്റവും നല്ലൊരു റീസൺ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സോവിയറ്റ് യൂണിയൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത് കംപ്ലീറ്റ് ഈക്വാലിറ്റിയാണ്. കംപ്ലീറ്റ് ഈക്വാലിറ്റി പറഞ്ഞാൽ നമുക്ക് എന്ത് ജോലി ആവട്ടെ, നമ്മളൊരു ഷോപ്പിൽ നിൽക്കുന്ന ആളാവട്ടെ, ഒരു സിവിൽ സർവന്റ് ആവട്ടെ, ഒരു ഡോക്ടർ ആവട്ടെ, എന്ത് ജോലി ഉണ്ടെങ്കിലും നമുക്കൊക്കെ ഒരേ വരുമാനം അല്ലെങ്കിൽ ഒരേ റെമ്യൂണറേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആദ്യത്തെ ജനറേഷനൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഒരു ലോകത്ത് തന്നെ ഈക്വാലിറ്റി ഉള്ളത് ഞങ്ങൾ മാത്രമാണെന്നുള്ള ഒരു അമിത വിശ്വാസത്തിലും ഭയങ്കര പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. പക്ഷെ അവരുടെ സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനിലേക്കൊക്കെ വരുമ്പോൾ എന്താ ഉണ്ടാവുക, മക്കൾ എന്താ ചിന്തിക്കുക, അവരുടെ മക്കള് എന്തിന് ഞാൻ കഷ്ടപ്പെട്ട് MBBS-നോ അല്ലെങ്കിൽ BTech-ഓ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് കഷ്ടപ്പെടണം. കാരണം കഷ്ടപ്പെട്ട് പഠിച്ച ഞാനും കഷ്ടപ്പെടാതെ ഏതെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്ത ആൾക്കും ഒരേ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ സൊസൈറ്റിക്ക്, ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞതാണ്, അങ്ങനത്തെ സൊസൈറ്റിക്ക് നിലനിൽപ്പില്ല. പിന്നെ അതിന്റെ കൂടെ അവിടെ ഭയങ്കരമായിട്ട് കറപ്ഷൻ ഉണ്ടായിരുന്നു. വെറും പൊളിറ്റീഷ്യൻസിന് മാത്രമാണ് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ വന്ന് കുറെ കാരണങ്ങൾ കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ വലിയ സാമ്രാജ്യം അല്ലെങ്കിൽ രാജ്യം, അമേരിക്കയോട് കിടപിടിച്ചിരുന്ന രാജ്യം എന്ത് ചെയ്യുന്നത്, കൊളാപ്സ് ആവും. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് കോൾഡ് വാർ റിയാലിറ്റിയിലേക്ക് വന്നു. ഇന്ന് കോൾഡ് വാർ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് 1991 മുതൽ. ഈ കാലഘട്ടം കോൾഡ് വാർ പീരീഡിൽ ലോകം ബൈപോളാർ ആയിരുന്നു. 2 സൂപ്പർ പവേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ബൈപോളാരിറ്റി കട്ടായി. ഇന്ന് ഉള്ളത് പിന്നെ എന്താണ്, അമേരിക്ക ഉള്ള യൂണിപോളാർ സിസ്റ്റം ആണോ, അമേരിക്ക മാത്രം സൂപ്പർ പവർ ആയിട്ടുള്ള യൂണിപോളാർ സിസ്റ്റം ആണോ, അതല്ല എല്ലാ രാജ്യങ്ങളും കുറെ സൂപ്പർ പവേഴ്സ് ഉള്ള സിസ്റ്റം ആണോ, അതല്ല ഒരു സൂപ്പർ പവർ ഇല്ലാത്ത സിസ്റ്റം ആണോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയാം? നമുക്കറിയാം അമേരിക്കയാണ് ഇന്ന് മേജർ പവർ അമേരിക്കയാണ്. പല കാര്യങ്ങളും അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നതാണ് ലോകത്ത് നടക്കുന്നത്. എന്നാൽ പോലും നമുക്ക് പൂർണ്ണമായിട്ട് അമേരിക്ക യൂണിപോളാർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ താല്പര്യത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു പൊസിഷൻ എടുക്കാൻ ഇവിടെ ലോകം യൂണിപോളാർ ആണോ, മൾട്ടിപോളാർ ആണോ, നോൺ പോളാർ ആണോ, ഒരു പോളാരിറ്റി ഇല്ലാത്തതാണോ എന്നുള്ളതിൽ ഒരു പൊസിഷൻ എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞ എന്താണ്, ലോകം നോൺ പോളാർ ആണ്. പക്ഷെ ആർക്ക് എഡ്ജ് ഉണ്ട്, ആരാണ് ലീഡർ, മിലിറ്ററി ഫീൽഡിലും ടെക്നോളജിക്കൽ ഫീൽഡിലൊക്കെ ആരാണ് ലീഡർ?
അമേരിക്കയാണ് ലീഡർ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ചൈന എപ്പോഴും കുറെ വിദൂരത്താണ് എങ്കിൽ പോലും ചൈന മെല്ലെ മെല്ലെ അമേരിക്കയുടെ തോളോട് തോളേക്ക് എത്താനുള്ള ശ്രമങ്ങളിലാണ്. ഇതാണ് ഇന്നത്തെ പ്രസന്റ് വേൾഡ് ഓർഡർ. ഇന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യം അമേരിക്കയുടെ ആധിപത്യം ലോകത്ത് കാണാം, പക്ഷെ യൂണിപോളാരിറ്റി ആണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അമേരിക്കക്ക് ഒരു എതിരാളിയായിട്ട് ചൈന മെല്ലെ മെല്ലെ വളരെ സ്ലോയിലാണ് വരുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതാണ് ഇന്നത്തെ ലോകത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഫോറിൻ പോളിസിക്ക് എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഷിഫ്റ്റ് ഇൻ നോൺ അലൈൻമെന്റ് പ്രിൻസിപ്പിൾ ആണ്. നോൺ അലൈൻമെന്റ് ചേരാ നയം ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു, പ്രത്യേകിച്ച് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ. നെഹ്റു അതിന്റെ സ്ഥാപക നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് നെഹ്റു എന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഓൾറെഡി കുറച്ചൊക്കെ അറിയുന്നുണ്ടാവും. അപ്പൊ ആ നോൺ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരുന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ബ്ലോക്കിലും ചേരാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ചേരാ നയത്തിന്റെ പ്രത്യേകത ഇവരുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കില്ല. നേരെ മറിച്ച് ഇവരുമായിട്ട് മിലിറ്ററി അല്ലെങ്കിൽ ഡിഫൻസ് കോർപ്പറേഷൻസിനും ഡീൽസിനൊന്നും പോകാതെ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം, അതായത് ഇപ്പൊ ഇന്ത്യക്ക് നമ്മുടെ ഫുഡ് ക്രൈസിസ് വന്നപ്പോൾ 1950കളിലൊക്കെ ഫുഡ് ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ അമേരിക്കയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത്. പലപ്പോഴും ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ USSR ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തത്. അപ്പൊ ആവശ്യമുള്ള രാജ്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മൾ ഇവരുമായിട്ട് ഒരിക്കലും ഒരു യുദ്ധത്തിന് കാരണമായേക്കാവുന്ന ഒരു കാര്യത്തിലും ഇടപെടൂല എന്നുള്ളതായിരുന്നു നമ്മുടെ നയം. ഈ നയം വന്ന് കോൾഡ് വാർ അവസാനിച്ചതോട് കൂടിയിട്ട് എന്തായി, രണ്ട് ചേരിയില്ല. നമുക്ക് രണ്ട് ചേരുള്ളത് കൊണ്ടായിരുന്നു നോൺ അലൈൻമെന്റ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ഇപ്പോ USSRന്റെ ഭാഗത്തുണ്ടായിരുന്ന രാജ്യങ്ങൾ പോലും അമേരിക്കയുമായിട്ട് ഡിഫൻസ് അലയൻസും ഡിഫൻസ് കോർപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോ നമ്മളും എന്ത് ചെയ്തു, നമ്മളും 1992-93 കാലഘട്ടമായപ്പോഴേക്കും അമേരിക്കയുമായിട്ട് ഡിഫൻസ് അലയൻസ് അല്ല, ഡിഫൻസ് മിലിറ്ററി കോർപ്പറേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അലയൻസ് ആണ് അവരുടെ മുന്നണി, അവരുടെ ആ സഖ്യകക്ഷിയുടെ ഭാഗമാവുകയാണ്. സഖ്യകക്ഷി ആയിട്ടൊന്നുമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തു, മിലിറ്ററി കോർപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സത്യം പറഞ്ഞാൽ നോൺ അലൈൻമെന്റ് പ്രിൻസിപ്പിളിന് തത്വത്തിനെതിരാണ്. പക്ഷെ ആ നോൺ അലൈൻമെന്റ് അന്നത്തെ രീതിയിൽ എന്ന് വാലിഡിറ്റി ഇല്ല. നോൺ അലൈൻമെന്റ് പ്രിൻസിപ്പിളിന് വാലിഡിറ്റി ഇല്ല. എന്നാൽ നേരെ മറിച്ച് നോൺ അലൈൻമെന്റ് പ്രിൻസിപ്പിൾ നാം 2.0 എന്നൊക്കെ പറഞ്ഞ് പുതിയ രീതിയിൽ നോൺ അലൈൻമെന്റ് പ്രിൻസിപ്പിളിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ഇൻഡിപെൻഡൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ, നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, അത് നമ്മൾ മറ്റുള്ളവരെ ഒന്നും നോക്കാതെ, മറ്റുള്ളവരുടെ പ്രഷറോ മറ്റുള്ളവരുടെ ഫോഴ്സോ ഒന്നും നമ്മൾ മൈൻഡ് ആക്കാതെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തീരുമാനം എടുക്കുക എന്നുള്ള രീതിയിൽ ഇന്നും നോൺ അലൈൻമെന്റ് പ്രിൻസിപ്പിൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളിസിയാണ്. അപ്പൊ അത് ശരിക്കും ആ ഒരു ഡിഫറൻസ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോൺ അലൈൻമെന്റ് എന്ന ഒരു വാലിഡിറ്റി ഉണ്ടായിരുന്നത് കോൾഡ് വാറിലാണ്. രണ്ട് ചേരിയാണ് അവര് രണ്ട് ചേരിയുടെ ആൾക്കാരും പറ്റാവുന്ന രാജ്യങ്ങളൊക്കെ കൂടെ കൂട്ടുകയാണ്. ഇന്ത്യയൊക്കെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചു. USSR ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പാകിസ്ഥാന്റെ ഒപ്പം പോയപ്പോ പിന്നെ അത് ഉറപ്പായി നമ്മൾ US-ന്റെ കൂടെ പോകില്ലാന്ന്. പിന്നെ USSR ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ USSR-ന് സാധിച്ചിട്ടില്ല. എന്നാൽ പോലും നമുക്ക് കൂടുതൽ ചായ്വ് USSR-നോടായിരുന്നു ആ സമയം എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പൊ അങ്ങനെ അതാണ് നോൺ അലൈൻമെന്റ്. ആ നോൺ അലൈൻമെന്റ് കോൾഡ് വാർ അവസാനിച്ചതോടുകൂടി അതിന്റെ വില എന്ത് ചെയ്തു, അതിന്റെ അതിന്റെ അന്നുണ്ടായിരുന്ന ആ ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ, അത് നഷ്ടമായി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ഡിഫൻസ് അലയൻസിൽ നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അലയൻസ് അല്ല, മിലിറ്ററി കോർപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കോൾഡ് വാറിന് ശേഷം ഉണ്ടായ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. ശ്രദ്ധിക്കണം, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ കോൾഡ് വാറിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്നു. അത് കോൾഡ് വാറിന് മുന്നേ ഉണ്ടായിരുന്നില്ല. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നുള്ള പേര് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും, ജസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോ അതേപോലെ തന്നെ ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും. നമുക്ക് കുറെ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സിന് കുറെ കാറ്റഗറി നമുക്ക് വരുത്താൻ പറ്റില്ല. അതേപോലെ ഇന്റർനാഷണൽ ലെവലില് രാജ്യങ്ങളുടെ ഇടയിലുള്ള കോപ്പറേഷന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടേം ഉപയോഗിക്കാൻ തുടങ്ങി, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. പല രാജ്യങ്ങളും ഇത്തരത്തില് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകൾ സൈൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ മെറ്റീരിയൽ എഴുതിയിട്ടുണ്ട്. 13 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയും എന്ത് ചെയ്തു, ഈ ഒരു കോൾഡ് വാറിന് ശേഷം
സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് 13 ഇത് കുറച്ച് പഴയ മെറ്റീരിയൽ ആണ്. ഇന്ന് ഏകദേശം 24-25 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ അമേരിക്ക, ജപ്പാൻ, റഷ്യ ഒക്കെ ഉണ്ട്. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞ പാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു പുതിയ ടേം, രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ള റിലേഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു ടേം കോൾഡ് വാറിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ അമേരിക്കയും തമ്മിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇവർ തമ്മിലുള്ള റിലേഷൻ കുറച്ച് സ്പെഷ്യൽ ആണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് നമ്മുടെ ഫോറിൻ പോളിസിയിൽ വന്നിട്ടുള്ള. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സ്റ്റാർട്ടഡ് ടു അസേർട്ട് ഇറ്റ്സ് ക്രെഡൻഷ്യൽസ്. നമ്മുടെ ക്രെഡൻഷ്യൽസ് നമ്മൾ അസേർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര വലിയ സംഭവമാണ്, ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട്, ഞങ്ങളുടെ വേൾഡിൽ ഇത്രാമത്തെ എക്കണോമിക് പവർ ആണ്. ഇങ്ങനെ നമ്മളുടെ ക്രെഡൻഷ്യൽസ്, നമ്മുടെ നമ്മുടെ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻസോ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ എടുത്തു പറയാൻ തുടങ്ങി. മുന്നേ അത് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നെഹ്റുവിന്റെ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടെന്നാണ് എന്റെ ഓർമ്മ, UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പർഷിപ്പ് നമുക്ക് നൽകാന്ന് പറഞ്ഞതാണ്, നമുക്ക് ഓഫർ ചെയ്താണ്. ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് നമുക്ക് വേണ്ട, അത് ചൈനക്ക് തന്നെ കൊടുത്താൽ മതി, ലോകത്ത് സമാധാനം വരട്ടെ. ഇതായിരുന്നു നെഹ്റുവിന്റെ നിലപാട്. മാത്രമല്ല, നെഹ്റു അന്ന് ലോക നേതാക്കന്മാരിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന, ഇന്ന് അതിനുശേഷം ഒരു പ്രധാനമന്ത്രിക്കും അത്ര ഒരു സ്പേസ് ഈ ലോക ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ കിട്ടിയിട്ടില്ല. അപ്പൊ മുന്നേ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യ എന്ത് ചെയ്തു, മാറ്റി. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ലോകത്തിലെ മൂന്നാമത്തെ എക്കണോമിക് പവർ ആണ്, നമ്മളൊരു റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ ആണ്, ഞങ്ങൾക്ക് UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർഷിപ്പ് വേണം. ഇങ്ങനെ നമ്മൾ ക്രെഡൻഷ്യൽസ് അസേർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണ്, ലോകത്ത് എല്ലാവരും അങ്ങനെയാണ്. ആരാണോ അസേർട്ട് ചെയ്യാത്തത് അവരെന്ത് ചെയ്യും, പിന്തിരിയിലേക്ക് പോകും. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അസേർട്ട് ചെയ്യാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ലോകത്തിനനുസരിച്ച് നമ്മളും മാറി. ഇന്നത്തെ പ്രധാനമന്ത്രി മോഡി ആണെങ്കിൽ ഇല്ലാത്ത തന്നെ പെരുപ്പിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ അസേർട്ട് ചെയ്യാൻ അതിന്റെ ഒരു ചാമ്പ്യൻ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ചേഞ്ച് ആണ് കോൾഡ് വാറിന് ശേഷം വന്നിട്ടുള്ളത്. പിന്നെ നാലാമത്തെ ഒരു ചേഞ്ച് എന്താ വെച്ചാൽ, കോൾഡ് വാറിന് ശേഷം ഒരുപാട് എക്കോണമിക് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. കോൾഡ് വാറിന്റെ സമയത്ത് നാറ്റോ, സീറ്റോ, സെന്റോ, വാൾസോ ഇങ്ങനെയുള്ള മിലിറ്ററി അലയൻസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോൾഡ് വാർ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ജിയോ സ്ട്രാറ്റജിക് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിന്നും ലോകം ജിയോ എക്കണോമിക്കിലേക്ക് പോയി. ജിയോ സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തം സെക്യൂരിറ്റി, സ്വന്തം സേഫ്റ്റി, ഡിഫൻസ് ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട്. ഇന്ന് എല്ലാവരും അവിടുന്ന് മാറിയിട്ടുണ്ടായി, ജിയോ എക്കണോമിക്കിലേക്ക് മാറി. അങ്ങനെ പറഞ്ഞാല് ഒരു രാജ്യം വെപ്പൺസ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അത് എന്തിനു വേണ്ടിയാണ്, യുദ്ധത്തിൽ ഉപയോഗിക്കാനല്ല, നേരെ മറിച്ച് മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ വെപ്പൺസ് ഉണ്ടാക്കുന്ന അമേരിക്ക, റഷ്യ, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളാണ്. അവരുണ്ടാക്കുന്നത് അവരുടെ രാജ്യത്തിന് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അവരുടെ അയൽവാസികൾക്കെതിരെ വെടിക്കോപ്പ് അല്ലെങ്കിൽ വെടിവെക്കാനോ അല്ല. അമേരിക്കയുടെയും കാനഡന്റെ ഇടയിൽ അതിർത്തി, ലോകത്തിന് ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ്. അവരുടെ ഇടയിൽ ഒരു പട്ടാളക്കാർ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അവരുണ്ടാക്കുന്നത് പോലും അത് വിറ്റ് കാശാക്കുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പൊ അതിനനുസരിച്ച് കുറെ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ബ്രിക്സ്, സാർക്ക്, ആസിയാൻ, യൂറോപ്യൻ യൂണിയൻ, ബിംസ്റ്റെക്, അങ്ങനെ കുറെ അപ്പെക്, അങ്ങനെ കുറെ എന്ത് ചെയ്തു, എക്കണോമിക് ബേസ്ഡ് ആയിട്ടുള്ള കച്ചവട താല്പര്യത്തിലുള്ള, ഇൻവെസ്റ്റ്മെന്റ് താല്പര്യത്തിലുള്ള ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും ആരും അതിന്റെ ഭാഗമായി, ഇന്ത്യയും അതിന്റെ ഭാഗമായി. കാരണം ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് സീറ്റോ, സെന്റോ, നാറ്റോ പോലുള്ള മിലിറ്ററി അലയൻസ് ആയിരുന്നു. ഇന്ത്യയുടെ പോളിസി നോൺ അലൈൻമെന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒന്നും ഭാഗം ഇന്ത്യ ആയിരുന്നില്ല. എന്നാൽ കോൾഡ് വാർ അവസാനിച്ചതോടുകൂടി അവിടെ അത് പോയി. നേരെ മറിച്ച് എന്ത് വന്നു, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ, എക്കണോമിക്, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ട് ഇന്ത്യയും അതിന്റെ ഭാഗമായി. അതേപോലെ തന്നെ കോൾഡ് വാറിന് ശേഷം, കോൾഡ് വാർ പീരീഡ് എൻഡ് ചെയ്തതോടുകൂടി ലോകത്ത് പുതിയ കുറെ ത്രെട്ടുകൾ വന്നു. ഇന്റർനാഷണൽ ടെററിസം, നാർക്കോട്ടിക്സ്, ഡ്രഗ് ട്രാഫിക്കിംഗ്, അതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈബർ ടെററിസം അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി. അപ്പൊ ഇതിനൊക്കെ കൗണ്ടർ ചെയ്യാൻ ഒരുപാട് ഓർഗനൈസേഷൻസ് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കുറെ ഓർഗനൈസേഷൻസ് വന്നു. ഇപ്പൊ ഈ ബ്ലാക്ക് മണീനൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു ഓർഗനൈസേഷൻ ആണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, FATF. അപ്പൊ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിക്കുള്ള ഓർഗനൈസേഷൻ, അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് വന്നപ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഇന്ത്യക്കും വലിയ പ്രശ്നങ്ങളായി. അപ്പൊ ഇന്ത്യയും എന്ത് ചെയ്തു, അത്തരം ഓർഗനൈസേഷൻസിന്റെ ഭാഗവുമായി. അപ്പൊ ഇങ്ങനെ 5 മാറ്റങ്ങൾ നമുക്ക് എവിടെ കാണാൻ പറ്റും, നമുക്ക് കോൾഡ് വാറിന് ശേഷം നമ്മുടെ ഫോറിൻ പോളിസിയിൽ ഇത്തരത്തിലുള്ള 5 മാറ്റങ്ങൾ കാണാൻ പറ്റും. അതിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു റൈറ്റപ്പ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ 2 രാജ്യങ്ങളുടെ ഇടയിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഇവർ
തമ്മിലുള്ള റിലേഷൻസ് എന്തോ പ്രത്യേകത ഉണ്ട്. മാത്രമല്ല ഇവർ തമ്മിലുള്ള റിലേഷൻസ് എല്ലാ മേഖലയിലും ഉണ്ടാവും. ഡിഫൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അഗ്രികൾച്ചർ, എക്കണോമിക് റിലേഷൻസ്, അങ്ങനെ എല്ലാ മേഖലകളിലും ഇവർ തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ, നമ്മുടെ ഒരു റിലേഷൻസിന്റെ ആ ഒരു ഡെപ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടേം ആണ്. അപ്പൊ വെറുതെ ഉണ്ടാവില്ല കേട്ടോ, അവരുടെ ഇടയിൽ അങ്ങനെ ഞങ്ങളുടെ റിലേഷൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരൊരു ഫോർമൽ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്താൽ ആ രീതിയിലേക്ക് വരുള്ളൂ. ഇന്ന് പക്ഷെ അത് വീണ്ടും കുറെ സൂപ്പർലേറ്റീവ് ഒക്കെ ആയിട്ട് സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, അങ്ങനെ പുതിയ പുതിയ നോമൻക്ലേച്ചറിലേക്ക് വന്നു. കാരണം എന്താണ്, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അതേപോലെ തന്നെ അമേരിക്ക, ജപ്പാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്കക്ക് തോന്നും തജിക്കിസ്ഥാനായിട്ടും ഇന്ത്യ കാണുന്നത് ഒരേപോലെ തന്നെയാണ്, അമേരിക്കനായിട്ടും ഒരേപോലെ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അതിന് കൂടുതൽ ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ടേമിന് കൂടുതൽ സൂപ്പർലേറ്റീവ് ഡിഗ്രികൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതൊരു കോൾഡ് വാറിന് ശേഷം ആണല്ലോ എന്താണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തുടങ്ങിയത്. അതിന്റെ പെർസ്പെക്റ്റീവില് ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യം ഈ ഭാഗത്ത് നിന്ന് ഏത് സമയവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയുള്ള ടോപ്പിക് ചേഞ്ചസ് ഇൻ ഇന്ത്യ അണ്ടർ മോഡി ഗവൺമെന്റ് പറയുന്നതിന് മുന്നേ ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അതിന്റെ ഇടയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. അതായത് സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുമ്പോൾ ഈ ഒരു വീക്കിലി ക്ലാസ് കൊണ്ട് ഒന്നും ആവില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ, അതായത് ക്ലാസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ സർവീസിനുള്ള വിഷയങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞതാണ്. പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെയാണ്. ഈ വിഷയങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിന് അത്യാവശ്യത്തിലധികമുള്ള മെറ്റീരിയൽസ് നെറ്റിലും അവൈലബിൾ ആണ്, നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയും ചെയ്യാം. ആകെ വേണ്ടത് നിങ്ങൾക്ക് കറക്റ്റ് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. ഒരു ഏറ്റവും നല്ലത് നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം, അത് വേറെ കാര്യം. അതല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് അക്കാഡമിയിലെങ്കിലും ജോയിൻ ചെയ്യണം ഏറ്റവും നല്ലത്. ഇനി അതിന് സാധ്യമാവാത്ത ആളുകൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ സിവിൽ സർവീസ് നിങ്ങൾ PSC നോക്കുന്നത് പോലെ, PSC തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താലേ കിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്താണ് സിവിൽ സർവീസിന്റെ ആ ഒരു ഡെപ്ത്നെസ് PSCക്ക് വരുന്നില്ല. സിവിൽ സർവീസിന് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നമായിട്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യുക, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യുക, ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യുക എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഞാൻ ആ മുന്നേ തന്നുള്ള ഷെഡ്യൂളും നിങ്ങളുടെ ഒരു ഐഡിയയിലുള്ള ഷെഡ്യൂളും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ബുക്കുകൾ വാങ്ങിച്ച് നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് നിങ്ങൾ വായിക്കണം. പ്രത്യേകിച്ച് അടുത്ത വർഷം എക്സാം എഴുതാൻ. ഇപ്പൊ ഞാനൊക്കെ സിവിൽ സർവീസിന്റെ പ്രിലിംസ് എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് 2014 ആദ്യത്തെ അറ്റംപ്റ്റ് എഴുതുമ്പോൾ സിവിൽ സർവീസിന്റെ സിലബസ് മൊത്തം 5 തവണ പ്രിലിംസിന്റെ സിലബസ് പഠിച്ചിട്ടാണ് ഞാൻ, അതായത് പഠിച്ചിട്ട് വെച്ചാൽ റിവൈസ് ചെയ്തിട്ട്, റിവിഷൻ അടക്കം 5 തവണ റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ എക്സാം. അതുകൊണ്ട് ഞാൻ എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ആ പരീക്ഷ ഞാൻ എന്ത് ചെയ്യും, കട്ട് ഓഫ് കടക്കും, പാസ്സാവും. ഞാൻ പാസ്സായി, മെയിൻസും പാസ്സായി. ഇന്റർവ്യൂവിന്റെ സമയത്ത് കുറച്ച് അതായത് എന്റെ ഞാന് ഡിഗ്രി കെമിസ്ട്രിയാണ്, PG പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിന് ഏത് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസും വരിക നമ്മുടെ ബയോഡാറ്റ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത്, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണല്ലോ എന്റെ PG, അപ്പൊ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം വിചാരിച്ചു. ഞാൻ അങ്ങനെയാണ് കൂടുതൽ പ്രിപ്പറേഷൻ നടത്തി. പക്ഷേ ബോർഡ് എന്നെ കണ്ടത് ഒരു കെമിസ്ട്രി സ്റ്റുഡന്റ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്നോട് അന്ന് അജിനാമോട്ടോന്റെ മാഗിയുടെ പ്രശ്നമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ എന്നോട് ബോർഡ് ചോദിച്ചത് അജിനാമോട്ടോന്റെ സ്ട്രക്ചർ എന്താണ്. അജിനാമോട്ടോനെ കുറിച്ച് വേറെ എന്ത് ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഞാൻ ആ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചിന്തിച്ചിരുന്നില്ല. അപ്പൊ പിന്നെ അതേപോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് വന്നത്. അതേപോലെ ഞാൻ എപ്പോഴും പറയാൻ മടിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്നോട് ആദ്യം ചോദിച്ചത് വന്ന ഫ്ലൈറ്റിന്റെ നമ്പറാണ്. വന്ന ഫ്ലൈറ്റിന്റെ നമ്പർ ഞാൻ കുറച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന്റെ മുന്നൊക്കെ ഞാൻ ഫ്ലൈറ്റിന്റെ നമ്പർ വളരെ കൃത്യമായിട്ട് നോക്കി വെച്ചു. ഇത്തവണ മാത്രം ഞാൻ അത് മൈൻഡ് ആക്കിയില്ല. ആ ചോദ്യമാണ് എന്നോട് വന്ന പാട് ചോദിച്ചത്, എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയത്. ഞാൻ പറഞ്ഞു ഫ്ലൈറ്റിനാ വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വന്ന ഫ്ലൈറ്റ് ഏതായിരുന്നു കമ്പനി? എയർ ഇന്ത്യ ആണ്. അതിന്റെ നമ്പർ എന്താണ്?
ഞാൻ എന്താ സംഭവം, വാസ്തവത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എയർ ഇന്ത്യയിൽ നമ്മുടെ സീറ്റിന്റെ മുന്നിൽ സ്ക്രീൻ ഉണ്ട്, ചെറിയ നമ്മുടെ അതിലൊരു 2-3 സിനിമകളൊക്കെ ആയിട്ട് സ്ക്രീൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ യാത്ര ചെയ്തൊക്കെ സ്പൈസ് ജെറ്റ് പോലുള്ള പ്രൈവറ്റ് കമ്പനിയാണ്, അതിലൊന്നും ഈ സംഭവമില്ല. ഞാൻ അപ്പോ നമുക്ക് ഡിസ്ട്രാക്ടിങ് ആയിട്ടുള്ള ഒന്നും ഇല്ലാത്തപ്പോ നമ്മൾ ഫുൾ എല്ലാ പരിസരം പരിശോധിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മുന്നൊക്കെ ഫ്ലൈറ്റിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഇത്തവണ ഞാൻ അതിമ ഇങ്ങനെ കുത്തിത്തിരിപ്പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഈ കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഫ്ലൈറ്റ് നമ്പർ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു ബോർഡ് കിട്ടും, ഒരു 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 എന്താ വായിക്കാനുള്ള നമ്മുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല. അതും ഞാൻ എന്ത് ചെയ്തില്ല, നോക്കിയില്ല. അത് നോക്കിയാലും അതിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് നമ്മുടെ ഒരു വിധിയായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. കാരണം അതുവരെ നമ്മളതൊക്കെ മൈൻഡ് ആക്കിയ ഒരാൾ അന്ന് ഒരു ദിവസം അത് ചെയ്യാതിരുന്നത് നമ്മുടെ ഒരു വിധി, അത്ര നല്ല കരുതാനാണ്. അപ്പൊ ആ രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്റർവ്യൂല് കുറച്ച് മാർക്ക് വന്നു. ഇന്റർവ്യൂല് മെയിൻസിലും മാർക്ക് അത്ര തോന്നൊന്നും ഇല്ല, എന്നാൽ പോലും ഇന്റർവ്യൂല് ഒരു 20-25 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ 154 മാർക്ക് എനിക്ക് കിട്ടിയത് 275. അതൊരു 180 എന്ന് പറഞ്ഞാൽ ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ആവറേജിന്റെ തൊട്ട് മുകളിലുള്ള മാർക്കാണ്, എബോ ആവറേജ് മാർക്കാണ്. 200 ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, IPS എന്തായാലും ആയിരുന്നു. അന്നാണെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം OBC മറ്റേ ജാട്ട് കമ്മ്യൂണിറ്റിക്ക് ആദ്യം പ്രിലിംസിന്റെ സമയത്ത് OBC കൊടുത്തു, അങ്ങനെ അവർക്ക് ഒരു നിയമം വന്നിരുന്നു. എന്നാൽ പിന്നീട് സുപ്രീം കോടതി അത് എന്ത് ചെയ്തു, അത് നിരോധിച്ചു, ആ നിയമം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ പിന്നെ മെയിൻസ് ആയപ്പോഴേക്കും ജാട്ടേരൊക്കെ പുറത്തായി. അപ്പൊ അതുകൊണ്ട് തന്നെ OBC കാറ്റഗറിയിൽ വന്ന് പെട്ടാൽ തന്നെ ഒരു IPS കിട്ടുന്ന ഫ്ലൈറ്റ് നമ്പറിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അത് നമ്മള് കാര്യങ്ങൾ മൊത്തം നിരീക്ഷിക്കുന്നുണ്ടോ, നമ്മുടെ നിരീക്ഷണ പാടവം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഒരു സിവിൽ സർവന്റിന്റെ ഡ്യൂട്ടി അല്ലേ നമ്മുടെ നിരീക്ഷണ പാഠമൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളത്, അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചതായിരിക്കണം ആ ചോദ്യം. അപ്പൊ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടോ, നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചതായിരിക്കാം. പക്ഷെ അതൊരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ല അവിടെ പോകുന്നത്. എന്റെ ഓപ്ഷൻ മലയാളമായിരുന്നു. നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ അവിടെ നഷ്ടപ്പെടുന്നത്. ഞാൻ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആ ചോദ്യത്തിൽ തന്നെ ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞ അപ്പൊ തന്നെ മൂഡ് നമ്മളെ കുറിച്ചൊരു ഇംപ്രഷൻ പോസിറ്റീവ് ആയിട്ട് വരും. എനിവേ, അപ്പൊ അതായിരുന്നു എന്താണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. ഈ പറഞ്ഞ പോലെ ഒരു 30-40 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. എനിവേ, അതവിടെ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാല്, അങ്ങനെ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് നമ്മുടെ സ്വപ്നമായിട്ടുള്ള ഈ ഒരു സിവിൽ സർവീസിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പൊ അതിന് കണിശമായിട്ട് കൃത്യതയോടുകൂടി പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടേതായിട്ടുള്ള ടൈം ടേബിളിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2022 എക്സാം എഴുതേണ്ടവർ ആ രീതിയിൽ, 2023 എക്സാം എഴുതേണ്ടവർ അതിനനുസരിച്ച് ഒരു പ്ലാന്, ആ രീതിയിൽ മുന്നോട്ട് പോയാൽ തന്നെ സിവിൽ സർവീസ് പാസ്സാവുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ചെറിയ സമയം തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. പിന്നെ അറ്റംപ്റ്റ് ചെയ്തില്ല എക്സാം? ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു മെയിൻസിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡിഗ്രി സമയത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത. അപ്പോൾ അത് ഭയങ്കര നല്ല ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഡിഗ്രി സമയത്ത് തന്നെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ദിവസം 3-5 മണിക്കൂർ 3 to 5 hours വെച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ ഫറൂഖ് കോളേജിലായിരുന്നു, കെമിസ്ട്രി ആയിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ ഡൽഹിയിൽ JNU പറഞ്ഞ സ്ഥാപനമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയാണ്. പക്ഷെ സിവിൽ സർവീസിനൊക്കെ അവിടെയൊക്കെ പോയാൽ പെട്ടെന്ന് നമുക്ക് പാസ്സാവാം എന്നൊക്കെ പറഞ്ഞ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ JNU ഒക്കെ എൻട്രൻസ് എഴുതി. JNU മാത്രമല്ല, ഒരുവിധം അന്നത്തെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും എൻട്രൻസ് ചെയ്തിരുന്നു. അതിൽ ജാമ്യ അല്ലാത്ത ഒരുവിധം എല്ലാ എൻട്രൻസ് യൂണിവേഴ്സിറ്റിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും കിട്ടിയിരുന്നു. അങ്ങനെ JNU-ലെത്തിയിട്ട് എന്താണ് ഫസ്റ്റ് ഇയർ അവിടെ ക്ലാസ്സും കാര്യങ്ങളും കഴിഞ്ഞു. സെക്കൻഡ് ഇയറിൽ അവിടുത്തെ ക്ലാസ്, രാവിലെ അവിടുത്തെ ക്ലാസ്സും രാത്രി ഒരു 6:30 മുതൽ ALS എന്ന് പറഞ്ഞിട്ടുള്ള ഡൽഹിയിലത്തെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള, അത് ഈ JNU-ന്റെ അടുത്താണ്. ഞാൻ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നല്ല കേട്ടോ, ഒരു 2 കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ കൂടുതലും നടന്നിട്ടാ പോക്കുണ്ടായിരുന്നത്. അങ്ങനെ എന്താണ് കൂടുതലും സിവിൽ സർവീസിനാണ് പ്രാധാന്യം കൊടുത്തത്. JNU-ന്റെ PG ഞാൻ ഒരു അത്യാവശ്യം തട്ടിപ്പ് തരികിടയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. സംഭവം അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മറ്റുള്ളവർ കൊടുക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഒന്നും ഞാൻ കൊടുത്തിരുന്നില്ല. കൂടുതൽ എന്റെ ഡെഡിക്കേഷൻ ഇവിടെയായിരുന്നു. അപ്പൊ അതൊരു നമ്മൾ അങ്ങനെ ഒരു ഫുള്ളി പ്രിപ്പയർ ആയിട്ട് പോയി എഴുതിയ ഒരു എക്സാം ആയിരുന്നു. ആ രീതിയിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറെ നമ്മുടെ
പരമായിട്ടുള്ള കാരണങ്ങളാലൊക്കെ ആയിട്ട് അത്രക്ക് സീരിയസ് ആയിട്ട് പിന്നെ ഒരിക്കലും എനിക്ക് അറ്റൻഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളോട് പിന്നെയും പിന്നെയും പറയുന്നത്, നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ സാഹചര്യങ്ങൾ മാറും. നമ്മുടെ പിന്നെ പിന്നെ അതിലും വലിയൊരു ഇമ്പോർട്ടന്റ് കാരണം എന്താ വെച്ചാൽ ഈ സിവിൽ സർവീസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒക്കെ ഒരേ കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത വർഷവും പഠിക്കാൻ ആകെ കറണ്ട് അഫയേഴ്സ് മാത്രമേ മാറുള്ളൂ, ബാക്കി പിന്നെ സെയിം കാര്യങ്ങളാണ്. പിന്നെ എനിക്കും ബോറടിക്കാൻ തുടങ്ങി ഈ സെയിം കാര്യങ്ങൾ തന്നെയാണല്ലോ പഠിച്ച്. അതുകൊണ്ടൊക്കെ എന്തായാലും അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് പിന്നീട് ആ രീതിയിൽ എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ കണ്ട് മൊത്തത്തിൽ കടക്കുകയും ചെയ്തു. എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ടോപ്പിക്കിലേക്ക് കടക്കട്ടെ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ തരണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ തരുമൊക്കെ ചെയ്യാം. നിങ്ങളൊരു ചെറിയ റെസ്പോൺസ് നിങ്ങളും തന്നാലേ നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതാണ് അതിന്റെ വിഷയം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആരോ ഒരാൾ എന്നോട് മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് PSCക്ക് മെറ്റീരിയൽസ് കൊടുക്കുന്ന പോലെ സിവിൽ സർവീസിന് മെറ്റീരിയൽസ് കൊടുക്കാൻ പറ്റൂല എന്ന് തന്നെ പറയാം. കാരണം സിവിൽ സർവീസിന് മെറ്റീരിയൽ ഒന്ന് നമ്മുടെ വായിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കാണ്, 2 കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ഹിന്ദു ആണ് വായിക്കേണ്ടത്, രണ്ടാമത്തത് ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഓരോ മാസം. ഇപ്പോ എന്താണ് ഇതിപ്പോ ജൂലൈ അല്ലേ, അപ്പൊ ഒരു ഏകദേശം ഒരു ഏപ്രിൽ വരെയുള്ള ഈ വർഷത്തെ കറണ്ട് അഫയേഴ്സ് എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തരാം, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അതേപോലെ തന്നെ ഡെയിലി എത്ര അവർ പഠിച്ചിരുന്നു പറഞ്ഞുതരാം. ഗ്രൂപ്പ് ഉണ്ടാക്കണം, എല്ലാവരും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചുതരാം. അതിൽ വേറെ ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കരുത്, ഗ്രൂപ്പ് ഞാൻ അപ്പൊ അതിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പൊ പിന്നെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇന്ററാക്ട് ചെയ്യാം. ഗ്രൂപ്പ് ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഡെയിലി എത്ര മണിക്കൂർ വർക്ക് ചെയ്തിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 8 മണിക്കൂർ, അറൌണ്ട് 8 മണിക്കൂറാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. നമുക്കൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ 8 to 10 hours ഒക്കെ തന്നെ ഡെയിലി പഠിക്കാൻ പറ്റുള്ളൂ. 13, 14, 15 മണിക്കൂറൊക്കെ പഠിക്കാം. പക്ഷെ അങ്ങനെ പഠിച്ചാൽ 4 ദിവസം അങ്ങനെ പഠിക്കുള്ളൂ, പിന്നെ നമ്മൾ 10 ദിവസം കിടന്ന് ഉറങ്ങിയിരിക്കും. അപ്പോൾ ശരിക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരാള് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ്, നമ്മൾ ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് പേരിന് 1 മണിക്കൂറെങ്കിലും ഒരു ചെറിയ റിലാക്സേഷനോ എന്റർടൈൻമെന്റ് ഒക്കെ അടക്കം കൺസിഡർ ചെയ്തിട്ട് ഒരു 8 മണിക്കൂർ പഠിക്കാം. പക്ഷെ ഈ 8 മണിക്കൂർ പറഞ്ഞാൽ ആ 8 മണിക്കൂർ ആയിരിക്കും. ക്വാളിറ്റി വൈസിൽ ആ 8 മണിക്കൂറിൽ നമ്മൾ തീരെ ഡിസ്ട്രാക്ഷൻ ആവാൻ പാടില്ല. ആ രീതിയിൽ 8 മണിക്കൂറാണ് ഞാനൊക്കെ പഠിച്ചിരുന്നത്. അതാണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സമയം. ആ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ അടുത്ത വർഷം എക്സാം എഴുതാൻ പോകുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 6 മണിക്കൂർ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫൈൻ, ഓക്കെ. അപ്പോ ഇനി നമ്മള് ഗ്ലോബൽ ന്യൂക്ലിയർ പൊളിറ്റിക്സ് ആൻഡ് ഇന്ത്യ എന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്ത്യ 2 തവണ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ സ്വതവേ അല്ലെങ്കിൽ പൊതുവെ ഒരു പീസ് ലവിങ് കൺട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന രാജ്യമാണ്. അങ്ങനെയുള്ള ഇന്ത്യ എന്തുകൊണ്ട് 2 ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു, ഇന്ത്യ എന്തുകൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി, ഈ ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. രസകരമായിട്ടുള്ള കഥയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിനെ കുറിച്ച്, ഇന്ത്യയുടെ ന്യൂക്ലിയർ പൊളിറ്റിക്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ ആദ്യം ലോകത്തെ ന്യൂക്ലിയർ പൊളിറ്റിക്സിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തിയത് അമേരിക്കയാണ്. 1944 മൻഹാട്ടൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സ്പെരിമെന്റ് അല്ല, അടുത്തത് ശരിക്കും നാഗസാക്കിയിലെയും ഹിരോഷിമയിലെയും ഡിസാസ്റ്റർ ആണ്. 1945 ജപ്പാൻ പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തതിന് മറുപടി എന്നോളം അമേരിക്ക അറ്റാക്ക് ചെയ്തു. അതോടുകൂടി സെക്കൻഡ് വേൾഡ് വാർ എന്ത് ചെയ്തു, അവസാനിച്ചു. പക്ഷേ അത് ലോകത്തിന് തീരാത്ത ഒരു ദുഃഖമാണ് സമ്മാനിച്ചത്. മാത്രമല്ല ലോകം പിന്നെ ആകെ പുതിയൊരു പേടിയിലേക്ക്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ലീഡേഴ്സും അതേപോലെ തന്നെ എക്സ്പേർട്സ് ഒക്കെ പുതിയൊരു ഭയത്തിലേക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ 20ാമത്തെ നൂറ്റാണ്ട് പിറന്നതിന് ശേഷം 2 ലോകമഹായുദ്ധങ്ങൾ കണ്ടു. മാത്രമല്ല 2ാമത്തെ ലോകമഹായുദ്ധത്തിന്റെ അവസാനം ഒരു ന്യൂക്ലിയർ ബോംബ് അറ്റാക്കോട് കൂടിയാണ് അവസാനിച്ചത്. അപ്പൊ ഇനി ഒരു 3ാമത്തെ ലോകമഹായുദ്ധം, വേൾഡ് വാർ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും. ഇതുവരെയുള്ള 2 ലോകമഹായുദ്ധത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ മരണപ്പെട്ടിട്ടുണ്ട്.
ഇനി ഒരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലോകമഹായുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷം കോടി എന്നല്ല ഭൂമി തന്നെ ഉണ്ടാവാത്ത ഒരു ഭൂമി തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുള്ളത് കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ 1945 ശേഷവും 1950കളിലൊക്കെ എക്സ്പേർട്സ് കൂടുതലും ഡിസ്കസ് ചെയ്തത് ഈ സാധനത്തിന് ന്യൂക്ലിയർ ബോംബ്, ന്യൂക്ലിയർ വെപ്പൺസ് എന്നുള്ള വിനാശകാരിയായിട്ടുള്ള വെപ്പൺസിനെ എങ്ങനെ ലോകത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കാം. എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻസ് ആണ്. അങ്ങനെ ഡിസ്കഷൻസ് കുറെ മുന്നോട്ട് പോയപ്പോൾ ഇവർക്ക് മനസ്സിലായുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ന്യൂക്ലിയർ ബോംബിന് ഒരിക്കലും കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ അന്നത്തെ സാഹചര്യത്തിൽ സാധ്യമാവില്ല. കാരണം അന്നത്തെ സാഹചര്യം എന്താണ്? കോൾഡ് വാർ ആണ്, ശീതയുദ്ധമാണ്, അമേരിക്കയും USSRും. അപ്പൊ ഇവർ രണ്ടുപേർക്കും ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരതൊരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. അവരുടെ രണ്ടുപേരുടെ കയ്യിലും ഇത് ഓൾറെഡി ഇട്ടതാണ്. അങ്ങനെ വന്നപ്പോ ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഒരു ട്രീറ്റി വന്നു, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, NPT എന്ന് ഷോർട്ട് ആയിട്ട് പറയും. ആ NPT 1965 സൈൻ ചെയ്തത്. അതൊരു കോംപ്രമൈസ് ആയിരുന്നു. കോംപ്രമൈസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഡിസ്കഷൻസ് നടത്തിയത് ലോകത്തുനിന്ന് ന്യൂക്ലിയർ ബോംബ് മൊത്തത്തിൽ എങ്ങനെ നശിപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ഈ ട്രീറ്റ് സൈൻ ചെയ്തപ്പോ അവിടെ എന്തുണ്ടായിച്ചാൽ രണ്ട് തരത്തിൽ നമുക്ക് പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെപ്പൺ പ്രൊലിഫറേഷൻ അല്ലെങ്കിൽ പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനമാണ്. ഈ വ്യാപനം രണ്ട് തരം വ്യാപനം ഉണ്ട്. ഹൊറിസോണ്ടൽ പ്രൊലിഫറേഷൻ ഉണ്ട്, വെർട്ടിക്കൽ പ്രൊലിഫറേഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനം കിട്ടുന്നതിനാണ് അല്ലെങ്കിൽ വ്യാപിക്കുന്നതിനാണ് ഹൊറിസോണ്ടൽ എന്ന് പറയാം. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ, അതായത് രാജ്യം പുതിയ പുതിയ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുന്നതിനാണ് ഹൊറിസോണ്ടൽ എന്ന് പറയാം. അപ്പൊ കംപ്ലീറ്റ് എലിമിനേഷന് വേണ്ടിയിട്ട് എന്ത് വേണമായിരുന്നു? രണ്ട് പ്രൊലിഫറേഷനും ഇല്ലാണ്ടാവണം. ഹൊറിസോണ്ടലും ഇല്ലാണ്ടാവണം, വെർട്ടിക്കലും ഇല്ലാണ്ടാവണം. ഒരു രാജ്യത്തിന്റെ അടുത്ത് പുതിയ രാജ്യത്തിന് കിട്ടാനും പാടില്ല. രാജ്യം പുതിയത് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഉള്ള തന്നെ നശിപ്പിക്കും വേണം. പക്ഷെ അമേരിക്കയും USSRൊന്നും ഇതൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ ഇല്ല എന്ന് കണ്ടപ്പോഴാണ് NPT വന്നത്. NPT എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിക്കണേ. NPT രാജ്യങ്ങളെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ന്യൂക്ലിയർ സ്റ്റേറ്റ്സും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സും നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സും. ന്യൂക്ലിയർ ബോംബ് കൈവശമുള്ള രാജ്യങ്ങളും ന്യൂക്ലിയർ ബോംബ് കൈവശമില്ലാത്ത രാജ്യങ്ങളും, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവേഴ്സും നോൺ ന്യൂക്ലിയർ പവേഴ്സും, ആണവായുധ ശക്തികളും ആണവായുധമില്ലാത്ത ശക്തികളും എന്നുള്ള രീതിയിൽ ലോകരാജ്യങ്ങളെ ഈ ട്രീറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെഡ് ലൈൻ വെച്ചു. ഡെഡ് ലൈൻ എന്താണ്? 1967 ജനുവരി 1 മുന്നേ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തിയ രാജ്യങ്ങളൊക്കെ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടും. മറ്റുള്ളവരൊക്കെ ന്യൂക്ലിയർ നോൺ വെപ്പൺ സ്റ്റേറ്റ്സ് എന്നുള്ള പേരിലും അറിയപ്പെടും. അങ്ങനെ 1965 ഇത് സൈൻ ചെയ്യുന്നത്. 1967 ജനുവരി 1 ഇതിന്റെ ഡെഡ് ലൈൻ വരുന്നത്. ഈ ഡെഡ് ലൈൻ കഴിഞ്ഞതോടുകൂടി 5 രാജ്യങ്ങൾ ആ സമയമായപ്പോഴേക്കും ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തി. അല്ല, 5ാമത്തേത് ചൈനയായിരുന്നു. ഈ 5 രാജ്യങ്ങളാണ് എന്താണ്, ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് 5 മെമ്പേഴ്സും ഇവർ തന്നെയാണ്. ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സും ഇവർ തന്നെയാണ്. UN സെക്യൂരിറ്റി കൗൺസിലിലെ, ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് 5 മെമ്പേഴ്സ് ആരൊക്കെയാണ് ഒന്ന് പറഞ്ഞ പെട്ടെന്ന് വേണം. അറിയില്ല. വീറ്റോ പവർ ഒക്കെ കേട്ടിട്ട് ഞങ്ങള് വീറ്റോ പവർ ഒക്കെ ഉള്ള 5 മെമ്പേഴ്സ്: അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ. ഈ 5 മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ 5 രാജ്യങ്ങളാണ് UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പേഴ്സ്. അവിടെയാണ് ഇന്ത്യ ഒരു പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ഈ 5 രാജ്യങ്ങൾ തന്നെയാണ് എന്താണ് കോയിൻസിഡന്റ്ലി എന്തും ആയി മാറിയത്, ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആയിട്ട് മാറിയത്. അപ്പൊ ഇവരെങ്ങനെ NPT രണ്ടായിട്ട് തിരിച്ചപ്പോ ഈ രണ്ട് കൂട്ടർക്കും വ്യത്യസ്ത തരത്തിലുള്ള കണ്ടീഷൻസാണ് കൊടുത്തത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ്, ഈ 5 രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് എന്ത് ചെയ്യാം? കൈവശം വെക്കാം. പുതിയ വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്താം. ഒന്നിനും ഒരു പ്രശ്നമില്ല. അവരുടെ ഒരു ഫെസിലിറ്റിയും ആരും എന്ത് ചെയ്യില്ല, ഇൻസ്പെക്ട് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. ആകെ അവർക്കുള്ള ഒരു കണ്ടീഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ: ഇവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസോ അതിന്റെ ടെക്നോളജിയോ ആർക്കും കൊടുക്കാൻ പാടില്ല, നോൺ ന്യൂക്ലിയർ കൺട്രീസിന് കൊടുക്കാൻ പാടില്ല. ന്യൂക്ലിയർ വെപ്പൺസ് ഇതുവരെ കയ്യിലില്ലാത്ത രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. ആ ഒരു കണ്ടീഷൻ മാത്രമേ ആണവ പവേഴ്സിന്, ആണവ ശക്തികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ്സിനോ, അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് കൈവശം വെക്കാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്താൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല.
എന്നാൽ അവർക്ക് എന്ത് ചെയ്യാം, ന്യൂക്ലിയർ ടെക്നോളജി പീസ്ഫുൾ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യാം. ന്യൂക്ലിയർ ടെക്നോളജി ഒരേപോലെ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം, നോൺ പീസ്ഫുൾ പർപ്പസസിന് ഉപയോഗിക്കാം. നോൺ പീസ്ഫുൾ പർപ്പസിന്റെ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ കൂടംകുളം ആണവ നിലയൊക്കെ അതിന്റെ ഉദാഹരണമാണ് അല്ലെ. നമ്മുടെ എന്താണ് ന്യൂക്ലിയർ ടെക്നോളജി വെച്ചിട്ട് കറണ്ട് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഇന്ന് ഒട്ടുമിക്ക മേഖലകളിൽ മൊത്തം ഉപയോഗിക്കുന്നുണ്ട് ന്യൂക്ലിയർ ടെക്നോളജി. അഗ്രികൾച്ചർ ഫീൽഡിൽ പോലും ന്യൂക്ലിയർ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, മൈനിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഫീൽഡിലും പീസ്ഫുൾ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പീസ്ഫുൾ ആവശ്യങ്ങൾക്കായിട്ട് ന്യൂക്ലിയർ ടെക്നോളജി ആർക്ക് ഉപയോഗിക്കാം, നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സിന് യൂസ് ചെയ്യാം. പക്ഷെ അവരുടെ ആ പീസ്ഫുൾ ഫെസിലിറ്റീസ് മൊത്തം ഇൻസ്പെക്ട് ചെയ്യും ആര്, IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി UN-ന്റെ ഒരു ഏജൻസിയാണ്. അപ്പൊ ഈ IAEA എന്ന് പറഞ്ഞ ഈ ഏജൻസി എന്ത് ചെയ്യും, നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ്സിന്റെ എല്ലാ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റികളും എന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും. പീസ്ഫുൾ ആയിട്ടുള്ള ഫെസിലിറ്റി ഇട്ടോ, കാരണം അവർക്ക് നോൺ പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വെപ്പൺ ഫെസിലിറ്റി അവർക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അപ്പൊ ഇത്തരത്തില് ലോക രാജ്യങ്ങളെ എന്ത് ചെയ്തു, ഇത്തരത്തില് രണ്ടായിട്ട് ആര് ഡിവൈഡ് ചെയ്തു, NPT ഡിവൈഡ് ചെയ്തു. അങ്ങനെ NPT 1965 സൈൻ ചെയ്തെങ്കിലും 1970 ഈ സാധനം നിലവിൽ വന്നത്. 1970 ഈ ട്രീറ്റി നിലവിൽ വരുമ്പോ 25 വർഷമാണ് അതിന്റെ കാലാവധിയായിട്ട് കണ്ടത്. ആ 25 വർഷം കഴിയുമ്പോഴേക്കും പുതിയൊരു ട്രീറ്റി സൈൻ ചെയ്യുമെന്നും അതോടുകൂടി കംപ്ലീറ്റ് ന്യൂക്ലിയർ വെപ്പൺസും ലോകത്ത് നിന്നും എലിമിനേറ്റ് ചെയ്യുമെന്നുള്ളതായിരുന്നു ഐഡിയ. എന്നാൽ 1995 എന്ത് സംഭവിച്ചു, ഇങ്ങനെ ഒരു പുതിയ ട്രീറ്റി വന്നില്ല. നേരെ മറിച്ച് NPT ഡിസ്കഷൻസ് ഒക്കെ നടന്നു. ഡിസ്കഷൻസ് നടന്നപ്പോൾ കോൾഡ് വാർ അവസാനിച്ച സമയമാണ്. അപ്പോ എന്താണ്, അമേരിക്ക ഒരു സോൾ സൂപ്പർ പവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ഈ പറഞ്ഞ 5 രാജ്യങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട്, പോരാത്തിന് ഇന്ത്യ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരാരും ഇത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അവസാനം എന്താ തീരുമാനിച്ചു വെച്ചാല്, പുതിയൊരു ട്രീറ്റി വരുന്ന കാലം വരെ NPT നിലവിലുണ്ടാവും. അപ്പൊ NPT എന്ന് പറഞ്ഞ സാധനം ഡിസ്കഷനിൽ വന്നത് ന്യൂക്ലിയർ ബോംബ് ലോകത്തിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഫലത്തിൽ എന്തായി, ഈ 5 രാജ്യങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസിന് എന്താണ് നിയമസാധുത നൽകുന്ന ഒരു ട്രീറ്റി ആയിട്ട് ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി മാറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രീറ്റി ആദ്യമായിട്ട് ഞാൻ സൈൻ ചെയ്യൂല എന്ന് പറഞ്ഞ രാജ്യം ആരായിരിക്കും ഈ ട്രീറ്റി, ഞാൻ ഈ ട്രീറ്റി ആദ്യമായിട്ട് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് ആരായിരിക്കും? എനി ഗസ്സസ്? അമേരിക്കയാണ്. അമേരിക്കക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അമേരിക്ക ഓൾറെഡി ഒരു ആണവ പവർ ആണല്ലോ. പിന്നെ അമേരിക്കക്ക് അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചൈനയുടെ കാര്യത്തിൽ അവരും സൂപ്പർ പവർ ആണ്. ആദ്യമായിട്ട് പറഞ്ഞത് ഹിബ ചക്കാലക്കുന്നൻ, ഇന്ത്യയാണ്. ഹന്നയും ഹിബയൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഈ സാധനം സൈൻ ചെയ്യൂല എന്ന് പറഞ്ഞു. കാരണം എന്താണ്, ഇന്ത്യയുടെ തൊട്ട അയൽവാസി നമ്മുടെ നൈബർ ആയിട്ടുള്ള ചൈനയുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട്. ഓൾറെഡി 1962 നമ്മൾ ചൈനയുടെ മുന്നിൽ നാണം കെട്ടതാണ്. പിന്നെ അവരുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഈ സാധനം ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നമ്മൾ അവരുടെ ഒരു അടിമകളെ പോലൊക്കെ കഴിയേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ഇതുകൊണ്ട് ഇന്ത്യ സൈൻ ചെയ്യില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചപ്പോ പറഞ്ഞ കാരണതാണ് ഇത് ഭയങ്കര ഡിസ്ക്രിമിനേറ്ററി ആണ്, വിവേചനപരമായിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. കാരണം ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യാണ്, രണ്ടായിട്ട് തിരിക്കുമ്പോ ഒരു കൂട്ടർക്ക് ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് എന്ത് സർക്കസും കാട്ടാൻ, ബാക്കിയുള്ളവർക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞത് ഹൈലി ഡിസ്ക്രിമിനേറ്ററി ആണ്. ഇന്ത്യ ഒരു കംപ്ലീറ്റ് ന്യൂക്ലിയർ എലിമിനേഷൻ ആണ് ഇന്ത്യയുടെ സ്വപ്നം, ഇന്ത്യയുടെ ആവശ്യവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ട്രീറ്റി സൈൻ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നില്ല. അതിന്റെ യഥാർത്ഥ കാരണം ചൈനയുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ പറഞ്ഞതും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ തന്നെയാണ്. അങ്ങനെ നമ്മൾ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ പറയും, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളും സൈൻ ചെയ്യണില്ല. ആ പറഞ്ഞ പോലെ പാകിസ്ഥാനും എന്ത് ചെയ്തില്ല, ഈ ട്രീറ്റി സൈൻ ചെയ്യാൻ തയ്യാറായില്ല. പിന്നെ സൈൻ ചെയ്യാത്ത ഒരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേൽ പറയുന്നത് അമേരിക്ക അല്ല, അറബ് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയാലേ ഞങ്ങൾ സൈൻ ചെയ്യണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. പിന്നെ ഉള്ളത് നോർത്ത് കൊറിയയാണ്. നോർത്ത് കൊറിയ സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ 2002 അവർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രീറ്റിയിൽ നിന്നും പിൻവാങ്ങിയിട്ട് അവര് ഇപ്പോഴത്തെ അവരുടെ സ്റ്റാറ്റസ് അവര് ഈ ട്രീറ്റിയിൽ ഭാഗമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, നോർത്ത് കൊറിയ ഈ 4 രാജ്യങ്ങളാണ് ഇപ്പോ ഈ പറഞ്ഞ NPTയുടെ ഭാഗമല്ലാത്തത്.
ഇനി അപ്പോ നമ്മൾ 1965 നമ്മൾ ഈ ഒരു എന്താണ് ഈ ഒരു നടപടി അല്ലെങ്കിൽ തീരുമാനം എടുത്തത്, ഞങ്ങൾ ഈ സാധനം സൈൻ ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞ് 1974 9 വർഷമാകുമ്പോഴേക്കും ഇന്ത്യ സ്വന്തമായിട്ട് ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. ആ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് ഇന്ത്യ എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കാരണം ഇന്ത്യനെ ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺ ടെക്നോളജിയിൽ ഒരാളും സഹായിക്കാൻ പാടില്ല, അങ്ങനെയാണ് നിയമം, ആരും സഹായിക്കൂല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എങ്ങനെയാണ്, എന്നിട്ടും നമ്മൾ വളരെ ഒരു ശൈശവ രാജ്യമായിരുന്ന ഇന്ത്യക്ക് എങ്ങനെയാണ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പൊ അതിന് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, സയന്റിസ്റ്റിനെ, ഹോമി ജഹാംഗീർ ബാബയുടെ നേതൃത്വത്തിലുള്ള സയന്റിസ്റ്റിനെ ഫോറിൻ കൺട്രീസിലേക്ക് ന്യൂക്ലിയർ ടെക്നോളജിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ പറഞ്ഞ NPT ഇല്ല. പിന്നെ രണ്ടാമത് ഇവർ പോകുന്നത് ന്യൂക്ലിയർ ടെക്നോളജിയുടെ പീസ്ഫുൾ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതിനെ കുറിച്ച് പഠിക്കാനാണ്, അല്ലാതെ വെപ്പൺസ് എങ്ങനെ ഉണ്ടാക്കാന്നതിനെ കുറിച്ച് പഠിക്കാനല്ല. പിന്നെ അതിനുശേഷം ഇന്ത്യ ഈ ട്രീറ്റി ഒക്കെ വരുന്നതിന്റെ മുന്നേ ബ്രിട്ടന്റെ അടുത്തുനിന്ന്, UK-യുടെ അടുത്ത് ഒരു സാമ്പിൾ റിയാക്ടർ റിക്വസ്റ്റ് ചെയ്തു. സാമ്പിൾ റിയാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൂടംകുളം റിയാക്ടർ ഒക്കെ 1000 മെഗാവാട്ട് ആണ്. സാമ്പിൾ റിയാക്ടർ 1 മെഗാവാട്ട് ഉള്ളു. അപ്പൊ അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ റിയാക്ടർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് UK-യും ഫ്രാൻസും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്ത്യക്ക് എന്ത് ചെയ്തു, ഒരു സാമ്പിൾ റിയാക്ടർ തന്നു, ഒരു 1 മെഗാവാട്ടിന്റെ. ആ സാമ്പിൾ റിയാക്ടറാണ് അപ്സര. അതാണ് നമ്മൾ എന്താണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ ആണവ നിലയം എന്നൊക്കെ പറഞ്ഞ് ക്വിസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന അപ്സര എന്ന് പറഞ്ഞ സാധനം അതാണ്. രണ്ടാമത് ഇന്ത്യ കാനഡനോട് ഇത്തരത്തിലൊരു സാമ്പിൾ റിയാക്ടർ ചോദിച്ചു. കാനഡയും തന്നു നമുക്കൊന്ന് സിറസ് എന്ന് പറഞ്ഞ റിയാക്ടർ. ആ 2 റിയാക്ടറും നമ്മൾ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, ട്രോംബെയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. ഇപ്പൊ രണ്ടും അപ്സര കുറച്ച് മുന്നേ 2008 എന്ത് ചെയ്തിട്ടുണ്ട്, ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. സിറസും ഇപ്പൊ ഡീകമ്മീഷൻഡ് ആണെന്നാണ് എന്റെ ഓർമ്മ. എനിവേ അങ്ങനെ 2 സാമ്പിൾ റിയാക്ടർ നമുക്ക് കിട്ടിയിരുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, അമേരിക്കനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കൻ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു, ഞങ്ങൾ സയന്റിസ്റ്റുകൾ ഈ ടെക്നോളജിയുമായിട്ട് എക്വിപ്ഡ് ആണ്, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് ഫങ്ഷണൽ റിയാക്ടേഴ്സ് വേണം, ഞങ്ങൾക്ക് ഒരുപാട് എനർജി ഇൻസെക്യൂരിറ്റി ഉള്ള രാജ്യമാണ്, അപ്പൊ ഞങ്ങൾക്ക് ഫങ്ഷണൽ റിയാക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക നമുക്ക് എന്ത് ചെയ്തു, 2 ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സ് 160 മെഗാവാട്ടിന്റെ 2 ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സ് സപ്ലൈ ചെയ്തു. നമ്മളത് താരാപൂരിൽ നമ്മൾ എന്ത് ചെയ്തു, അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കാനഡനെ അപ്രോച്ച് ചെയ്തു. കാനഡ നമുക്ക് 220 മെഗാവാട്ടിന്റെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ സപ്ലൈ ചെയ്തു. അത് നമ്മൾ റാവത്ത് പട്ടേൽ, ഈ താരാപൂർത്തെ റിയാക്ടറും അതുപോലെ തന്നെ റാവത്ത് പട്ടേലത്തെ റിയാക്ടറും രണ്ടും ഇപ്പോഴും ഫംഗ്ഷനിലാണ്. ഇപ്പോഴും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയാനുള്ളത്, ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം വെച്ചാൽ കാനഡ നമുക്ക് സപ്ലൈ ചെയ്യുന്നത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആണ്. ഇന്ന് കൂടംകുളം റിയാക്ടറിൽ ഉപയോഗിച്ചതും സെയിം ടെക്നോളജിയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി നമുക്ക് നൽകിയ ഒരു രാജ്യമാണ് കാനഡ. ഈ കാനഡനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഉള്ള കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കാനഡ ഒരു എന്തല്ല, ന്യൂക്ലിയർ പവർ അല്ല. അങ്ങനത്തെ കാനഡ നമുക്ക് എന്ത് ചെയ്യുന്നത്, റിയാക്ടർ സപ്ലൈ ചെയ്യുന്നത്. കാരണം കാനഡ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക എന്നുള്ളത് കാനഡയുടെ എന്താ പറയാ, നിഘണ്ടുവിന്റെ 7 അയലത്ത് പോലും വരാത്തൊരു വിഷയമാണ്. സമാധാനപരമായിട്ട് മാത്രം ന്യൂക്ലിയർ ടെക്നോളജി ഉപയോഗിക്കുന്ന രാജ്യമാണ് കാനഡ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം സപ്ലൈ ചെയ്യുമ്പോൾ കാനഡ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് മേടിച്ച ഉറപ്പാണ്, നമ്മൾ ഒരിക്കലും ഇതെന്ത് ചെയ്യില്ല, ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യില്ല എന്നുള്ളത് കാനഡക്ക് നമ്മൾ കൊടുത്ത അഷ്വറൻസ് ആണ്. പക്ഷേ നമ്മളവരെ പറ്റിച്ചു എന്ന് പറഞ്ഞെങ്കിൽ, ഈ പറഞ്ഞ എക്സ്പെരിമെന്റൽ റിയാക്ടറും അതുപോലെ തന്നെ വർക്കിംഗ് റിയാക്ടേഴ്സിലും, പ്രത്യേകിച്ച് എക്സ്പെരിമെന്റൽ റിയാക്ടറിൽ എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ് നമ്മൾ 1974 പൊക്രാനിലെ ആദ്യത്തെ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ പീസ്ഫുൾ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തിയത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇത്തരത്തിലൊരു സംഗതി നടത്തിയതിനു ശേഷം ലോകത്ത് ഭയങ്കര ഒച്ചപ്പാടുണ്ടായി. ഇന്ന് ഇപ്പൊ ഇറാനെതിരൊക്കെ ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്കെതിരെ അന്ന് ലോകരാജ്യങ്ങളൊക്കെ ഉപരോധം ഏർപ്പെടുത്തി. കാനഡ അന്ന് ഇന്ത്യയുമായിട്ടുള്ള ഫോർമൽ റിലേഷൻസ് കട്ട് ഓഫ് ചെയ്തതാണ്. അത് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് 2009 അപ്പൊ അത്രയും കാലഘട്ടത്തിൽ കാനഡ ഇന്ത്യ തമ്മിൽ ഒരു ഫോർമലായിട്ട് നല്ല റിലേഷൻ പോലും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, നമ്മൾ അത്രയും കാനഡൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിഷയത്തിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒന്നാമത്തെ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തിയപ്പോഴാണ് ലോകരാജ്യങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. NPT-യിൽ സൈൻ ചെയ്യാത്ത രാജ്യങ്ങൾ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൊറിസോണ്ടൽ പ്രൊലിഫറേഷൻ പോലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. കാരണം NPT-യിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അവിടെ പറഞ്ഞത് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റുള്ള രാജ്യങ്ങൾക്ക് ഈ വെപ്പൺ ടെക്നോളജിയോ വെപ്പണോ കൈമാറ്റം ചെയ്യരുതെന്നോ പറഞ്ഞിട്ടുള്ളൂ.
പീസ്ഫുൾ ആയിട്ടുള്ള ടെക്നോളജി കൈമാറ്റം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇവരുടെ നിന്നൊക്കെ പീസ്ഫുൾ ടെക്നോളജി മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1974 നമ്മൾ ഈ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തിയതിന് തൊട്ടടുത്ത വർഷം 1975 ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് NSG എന്ന് പറഞ്ഞ പുതിയ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്താണ്? ന്യൂക്ലിയർ NPT സൈൻ ചെയ്യാത്ത രാജ്യങ്ങളുമായിട്ട് വെപ്പൺ ടെക്നോളജി എന്ന് മാത്രമല്ല, ഒരു വിധത്തിലുള്ള പീസ്ഫുൾ ആവശ്യമായിട്ടുള്ള ന്യൂക്ലിയർ ടെക്നോളജി പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ മെമ്പേഴ്സ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ NSG എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രാജ്യങ്ങളും 47ഓളം രാജ്യങ്ങളാണ് NSGയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ഈ രാജ്യങ്ങൾ ഇപ്പൊ നെമീബിയ അടക്കം NSGയിൽ മെമ്പറാണ്. നെമീബിയ NSGയിൽ മെമ്പർ ആവാൻ കാരണം യുറാനിയം എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ ബോംബിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ അവരുടെ രാജ്യത്തിലുണ്ട്. അപ്പൊ ന്യൂക്ലിയർ ബോംബുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രാജ്യങ്ങളും, അത് ന്യൂക്ലിയർ ബോംബ് കൈവശമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള റിയാക്ടേഴ്സ് കൈവശമുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് ന്യൂക്ലിയർ ടെക്നോളജി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആ ഫ്യൂവൽ ഉണ്ട്. അങ്ങനെ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട 47 രാജ്യങ്ങൾ NSGയിലെ മെമ്പേഴ്സ് ആണ്. അതിൽ ആരില്ല? ഈ പറഞ്ഞ ഇന്ത്യ ഇല്ല, ഇസ്രായേൽ ഇല്ല, പാകിസ്ഥാൻ ഇല്ല. അപ്പൊ NSGയിൽ ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരൊക്കെ NSGയിലാണ് മെമ്പേഴ്സ് ആയി. എന്നിട്ട് തീരുമാനം എടുത്തു, NSGയിൽ മെമ്പേഴ്സ് ആവാത്ത, NPT സൈൻ ചെയ്യാത്ത ഒരു രാജ്യത്തിനും പീസ്ഫുൾ ആവശ്യത്തിന് പോലും ന്യൂക്ലിയർ ടെക്നോളജി കൊടുക്കാൻ പാടില്ല. എന്നാലേ കുറച്ചെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ന്യൂക്ലിയറിന്റെ വെപ്പൺ പ്രൊലിഫറേഷൻ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ വന്ന ഓർഗനൈസേഷൻ ആണ് NSG എന്ന് പറഞ്ഞത്. ഇപ്പൊ പേപ്പർ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഈ NSGയിൽ ഇപ്പൊ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, മെമ്പർഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. എന്തായാലും അങ്ങനെ 1974 നമ്മൾ എക്സ്പെരിമെന്റ് നടത്തി, 75 NSG ഫോം ചെയ്തു. അത് കഴിഞ്ഞ് 1998 നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് നടത്തി. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുമ്പോൾ 5 ടെസ്റ്റ് നമ്മൾ നടത്തി. ഒന്നാമത്തെ എക്സ്പെരിമെന്റ് നമ്മൾ ആകെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുള്ളൂ. പക്ഷെ 5ാമത്തെ എക്സ്പെരിമെന്റ് നമ്മൾ 5 ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ 4 ന്യൂക്ലിയർ ഫിഷനും 1 ന്യൂക്ലിയർ ഫ്യൂഷനും. ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഫ്യൂഷൻ ആണ് കൂടുതൽ, ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള കൂടുതൽ എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം ഫ്യൂഷനാണ്. ഫ്യൂഷന് എന്ത് വേണം, അതിന്റെ ഒരു കണ്ടീഷനാണ് ഹൈ ടെമ്പറേച്ചർ സിറ്റുവേഷനിലെ ഫ്യൂഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് 4ാമത്തെ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റിന്റെ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 5ാമത്തേല് ഫ്യൂഷൻ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്തത്, എക്സ്പെരിമെന്റ് ചെയ്തത്. അങ്ങനെ ഇന്ത്യ മൊത്തം 6 ടെസ്റ്റ് നടത്തി. ഇന്ത്യ നടത്തി ആഴ്ചകൾക്കുള്ളിൽ പാകിസ്ഥാൻ അവരുടെ ആദ്യത്തെ ടെസ്റ്റ് നടത്തി. പാകിസ്ഥാൻ നടത്തിയപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ 6 ടെസ്റ്റ് ഒറ്റയടിക്ക് നടത്തിയെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. പക്ഷെ പാകിസ്ഥാൻ ഫ്യൂഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഫിഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ക്വാളിറ്റേറ്റീവ്ലി പാകിസ്ഥാൻ നടത്തിയ ടെസ്റ്റും ഇന്ത്യ നടത്തിയ ടെസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ലോകത്ത് ഇന്നേ വരെ ടെസ്റ്റ് നടത്തിയ രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തിയ അമേരിക്കയാണ്. 1500 പരം ടെസ്റ്റ് അമേരിക്ക പല സമയങ്ങളിലായിട്ട് ഈ പറഞ്ഞ പോലെ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റഷ്യയാണ്, USSRും റഷ്യയും 750 കൂടുതൽ റഷ്യ നടത്തിയിട്ടുണ്ട്. 240 സംതിങ് ബ്രിട്ടൻ നടത്തിയിട്ടുണ്ട്. 47 ചൈനയും ഫ്രാൻസും 47 ചൈനയും ഫ്രാൻസും നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 6 നടത്തിയിട്ടുള്ളത് ഇന്ത്യയാണ്, ഇന്ത്യയും പാകിസ്ഥാനുമാണ്. പിന്നെ നടത്തിയിട്ടുള്ളത് നമ്മുടെ നോർത്ത് കൊറിയയാണ്. 4 ടെസ്റ്റ് നോർത്ത് കൊറിയ നടത്തിയിട്ടുണ്ട്. പക്ഷെ നോർത്ത് കൊറിയയുടെ പ്രത്യേകത 21ാം നൂറ്റാണ്ടിൽ ആകെ നോർത്ത് കൊറിയ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും 98 നടത്തിയതിനു ശേഷം പിന്നെ ആകെ നോർത്ത് കൊറിയ മാത്രമേ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളൂ. നോർത്ത് കൊറിയയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു. 2003 നോർത്ത് കൊറിയ, 2002 ഞാൻ നേരത്തെ അവിടെ പറഞ്ഞത്, 2002 2003 നോർത്ത് കൊറിയ NPT വാക്കൗട്ട് ചെയ്തു. വാക്കൗട്ട് ചെയ്യാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് 8:30 മണിക്ക് സമയം കഴിഞ്ഞുണ്ടാവും. ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോക്കുണ്ടാവും. കൊഴിഞ്ഞു പോകരുത് കേട്ടോ. അത് ക്ലാസ് ഞാൻ നിർത്തിയതിന് ശേഷം കൊഴിഞ്ഞു പോയാൽ മതി. എന്നാൽ പിന്നെ നിങ്ങൾക്ക് വെറുതെ റെക്കോർഡഡ് ക്ലാസ് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓക്കെ. അപ്പൊ അന്ന് 2003 ആ സമയത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് അല്ല, അന്ന് ബിൽ ക്ലിന്റൺ അല്ലേ, ആരായിരുന്നു? ക്ലിന്റൺ മാറി. ഓക്കെ, ബുഷ് എന്നാണ് ഓർമ്മ. എനിവേ ബുഷ് എന്ന് തോന്നുന്നു. ഈ ബുഷ് ഒരു പ്രഖ്യാപനം നടത്തി. ലോകത്ത് 3 ആക്സിസ് ഓഫ് ഈവിൾസ്, 1 ഇറാന്,
2 ഇറാഖ്, 3 നോർത്ത് കൊറിയ. 3 ആക്സിസ് ഓഫ് ഫ്യൂവൽസ് ആണുള്ളത്. അതിൽ മൂന്നാമത്തെ നോർത്ത് കൊറിയ എന്ന് പറഞ്ഞപ്പോൾ അതിൽ കേട്ട് ഓൾറെഡി അമേരിക്ക നോർത്ത് കൊറിയ തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായിരുന്ന സമയമായിരുന്നു. ഇവർ NPT വാക്കൗട്ട് ചെയ്തു. 2006 ഒന്നാമത്തെ എക്സ്പെരിമെന്റ് നടത്തി, 9 നടത്തി, 13 നടത്തി, 16 നടത്തി. അങ്ങനെ 4 എക്സ്പെരിമെന്റ് നോർത്ത് കൊറിയ നടത്തിയിട്ടുണ്ട്. നോർത്ത് കൊറിയയെ കുറിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള ഭീതികരമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നോർത്ത് കൊറിയയും അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അവിടെ നമ്മൾ NPT കാര്യം നോക്കുകയാണെങ്കിൽ NPT പെർഫോമൻസ് ഒക്കെ ഒരു വിലയിരുത്തുകയാണെങ്കിൽ അതിനെ കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. NPT ഒരേപോലെ സംഭവം ഹൊറിസോണ്ടൽ പ്രൊലിഫറേഷൻ അറസ്റ്റ് ചെയ്യാൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ട്രീറ്റി ആയിരുന്നു ബേസിക്കലി NPT. പക്ഷെ NPT ഒരു പരിധി വരെ അവരെ എന്താണ് പ്രൊലിഫറേഷൻ സ്റ്റോപ്പ് ചെയ്യാനല്ല സ്ലോ ഡൗൺ ചെയ്യാൻ NPTക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം NPT ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഒരു 10-30 രാജ്യങ്ങളുടെ കയ്യിലെങ്കിലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാകുമായിരുന്നു. എന്നാൽ NPT ഫുള്ളി സക്സസ്ഫുൾ അല്ല. കാരണം NPT സൈൻ ചെയ്ത പല രാജ്യങ്ങൾക്ക് പോലും സീക്രട്ട് ആയിട്ടുള്ള ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, അർജന്റീന, ലിബിയ, ഇന്തോനേഷ്യ അങ്ങനെ പല രാജ്യങ്ങൾക്കും സീക്രട്ട് ആയിട്ട് അവരൊന്നും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കി ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ എക്സ്പെരിമെന്റുകൾ പല സമയങ്ങളായിട്ട് അവരൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. പിന്നെ NPT ഏറ്റവും വലിയ ഫെയിലിയർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ N5 കൺട്രീസ് ഉണ്ട്, ന്യൂക്ലിയർ പവേഴ്സ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവര് ഇസ്രായേലിനെയും പാകിസ്ഥാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അമേരിക്ക സഹായിച്ചിട്ടാണ് ഇസ്രായേൽ NPT സൈൻ ചെയ്യാത്ത രാജ്യമാണ്. അതേപോലെ തന്നെ എന്നെ അവർ ഒരു ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ലോകത്ത് അമേരിക്കയുടെ അടുത്തുള്ളതിനേക്കാളും നല്ല ന്യൂക്ലിയർ ബോംബ് ഇസ്രായേലിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ ഇസ്രായേലിനെ അമേരിക്ക സഹായിച്ചിട്ടുണ്ട്. അമേരിക്ക ഒരിക്കലും സഹായിക്കാൻ പാടില്ല. കാരണം അമേരിക്കയുടെ മുന്നിൽ ആകെയുള്ള കണ്ടീഷൻ എന്താണ്? ന്യൂക്ലിയർ ബോംബോ ടെക്നോളജിയോ നോൺ ന്യൂക്ലിയർ പവേഴ്സിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ പാകിസ്ഥാനെ ചൈന സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യനെ റഷ്യ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യനെ റഷ്യ സഹായിച്ചത് ഇപ്പൊ നമ്മൾ എക്സാമിലൊന്നും എഴുതണ്ട, നമുക്ക് ഇസ്രായേലിനെയും പാകിസ്ഥാനെയും കുറ്റം പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ NPTയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു എന്ത്? N5 കൺട്രീസ് ഒരിക്കലും ഈ ടെക്നോളജി മറ്റുള്ള രാജ്യങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല. അതന്നെ NPT എന്ത് ചെയ്തിട്ടുണ്ട്? വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചോദ്യം വരികയാണ്, NPT ഇന്ത്യ സൈൻ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ NPT സൈൻ ചെയ്യില്ല. ഇന്നത്തെ അത് പറയണമെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണോ അല്ല കണ്ടിന്യൂ ചെയ്യണോ? ഓക്കെ, ബാക്കി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്. 2003 ഇന്ത്യ നമ്മുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഫോറിൻ പോളിസി പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ ന്യൂക്ലിയർ പോളിസി എന്ന് പറഞ്ഞ ഒരു പോളിസി നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ട്രിൻ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ 7 കാര്യങ്ങളാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്നാമത് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ്. ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് പറഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ ബോംബ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അത് നമ്മുടെ ഡിഫൻസിന്, നമ്മുടെ സുരക്ഷയ്ക്ക്, ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് മാത്രമേ നമ്മൾ ഉണ്ടാക്കുള്ളൂ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ ബോംബുകളുടെ എണ്ണം എക്സ്പേർട്സ് പറയുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ ഒരു 140 എണ്ണമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ത്യയുടെ കയ്യിൽ ഒരു 110 120 ഉണ്ടാവുള്ളൂ. കാരണം ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാനെ ന്യൂക്ലിയർ ബോംബ്, പാകിസ്ഥാനെക്കാളും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല. നേരെ മറിച്ച് എന്താണ്? നമ്മുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും ആവശ്യമുള്ള ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നോ ഫസ്റ്റ് യൂസ്. അതായത് നമ്മൾ ഒരിക്കലും ന്യൂക്ലിയർ ബോംബ് ആദ്യം ഉപയോഗിക്കില്ല. ഏതെങ്കിലും രാജ്യം നമ്മളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ നമ്മൾ തിരിച്ച് ന്യൂക്ലിയർ ബോംബ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുള്ളൂ. അങ്ങനെ പലരും കളിയാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളെ ന്യൂക്ലിയർ ബോംബ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്ത് നമ്മൾ ഫുള്ള് നശിച്ചതിന് ശേഷം പിന്നെ തിരിച്ചടിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ള രീതിയിലൊക്കെ ഇതൊരു പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത പോളിസിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മുടെ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസീവ് ആൻഡ് അൺഅക്സെപ്റ്റബിൾ ന്യൂക്ലിയർ റിറ്റാലിയേഷൻ ടു എ ഫസ്റ്റ് സ്ട്രൈക്ക്. നമ്മൾ അങ്ങനെ ന്യൂക്ലിയർ ബോംബ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് തിരിച്ചടിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇതിനുള്ള മറുപടി. മാത്രമല്ല, നമ്മൾ ആദ്യം അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണും പൂട്ടി നോക്കിക്കൊന്നുമില്ല. നമ്മുടെ അടുത്ത് എന്തുണ്ട്? ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉണ്ട്. വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ ആ മിസൈലിനെ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നോ ഫസ്റ്റ് യൂസ് പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ന്യൂക്ലിയർ പോളിസിയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡോക്ട്രിൻ ആണ്. അതേപോലെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാത്ത രാജ്യങ്ങൾക്കെതിരെ നമ്മൾ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യൂല. അതുപോലെ നമ്മുടെ ന്യൂക്ലിയർ ആൻഡ് മിസൈൽ റിലേറ്റഡ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി, ന്യൂക്ലിയർ വെപ്പൺസോ അല്ലെങ്കിൽ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ആവശ്യത്തിന്, അതായത് എല്ലാവിധ ഇന്റർനാഷണൽ റൂൾസും ഫോളോ ചെയ്തിട്ട് മാത്രമേ നമ്മൾ
എക്സ്പോർട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യ ലോകത്ത് ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ ആയിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. പിന്നെ ഏഴാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സിവിലിയൻ കൺട്രോൾ ആണ്. നമ്മുടെ ന്യൂക്ലിയർ ബോംബ് ആരുടെ കൺട്രോളാണ്? നമ്മുടെ ഗവൺമെന്റിന്റെ കൺട്രോളാണ്, അല്ലാതെ പട്ടാളക്കാരുടെ കൺട്രോളല്ല. അപ്പൊ പാകിസ്ഥാനിലൊക്കെ ന്യൂക്ലിയർ ബോംബ് അവരുടെ ആർമിയുടെ കൺട്രോളാണ്. പക്ഷെ ഇന്ത്യക്ക് നമ്മുടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി വിചാരിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ ന്യൂക്ലിയർ ബോംബിന്റെ അറ്റാക്ക് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടത്താൻ സാധിക്കുള്ളൂ. അതിന്റെ കീ പാസ്വേഡും കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ ഈ ന്യൂക്ലിയർ ഡോക്ടറിൽ പറയാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റിൽ മൊറാട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ന്യൂക്ലിയർ ബോംബ് അറ്റാക്ക് ന്യൂക്ലിയർ ബോംബിന്റെ എക്സ്പെരിമെന്റ് നടത്തിയതിനു ശേഷം അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന വാജ്പേയി എന്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഇനി നമ്മളൊരു ടെസ്റ്റ് നടത്തൂല. അപ്പൊ ടെസ്റ്റിൽ മൊറാട്ടോറിയം എന്ന് പറഞ്ഞാൽ അതാണ് ടെസ്റ്റ്. ഇനി ഫർദർ നമുക്കൊരു ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൊറാട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇന്ത്യക്ക് എന്തുണ്ട്? ഇന്ത്യക്ക് ഒരു സംഭവം, നമ്മളെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഒരു എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള ഒരു പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് യൂസ് പോളിസി, നോ ഫസ്റ്റ് യൂസ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ എക്സ്പേർട്സ് പറഞ്ഞു വെച്ചാൽ ഇന്ത്യ നോ ഫസ്റ്റ് യൂസ് പോളിസി എല്ലാ ന്യൂക്ലിയർ പവേഴ്സും ഫോളോ ചെയ്യണമെങ്കിൽ പിന്നെ ലോകത്ത് ന്യൂക്ലിയർ ബോംബിന്റെ ത്രട്ട് തന്നെ ഉണ്ടാവില്ല എന്ന രീതിയിൽ വരെ അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ NSG ഉണ്ടല്ലോ, ഇന്ത്യക്കെതിരെ വന്ന ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ്, ആ ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് ഇന്ത്യക്ക് മാത്രമായിട്ടൊരു വെയ്വർ കിട്ടിയിട്ടുണ്ട്. വെയ്വർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ NSG വന്നുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ന്യൂക്ലിയർ ടെക്നോളജി പീസ്ഫുൾ പർപ്പസസിന് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പീസ്ഫുൾ ന്യൂക്ലിയർ അഗ്രിമെന്റ് പോലും സൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ, ഇന്ത്യക്ക് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ന്യൂക്ലിയർ ടെക്നോളജി മേടിക്കണം. അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് യുറാനിയം തീരെ ഇല്ലാത്ത രാജ്യം, വളരെ കുറച്ചേ നമ്മുടെ കയ്യിൽ യുറാനിയം ഉള്ളൂ. അപ്പൊ നമുക്ക് മറ്റൊരു രാജ്യത്തിൽ നിന്ന് യുറാനിയം മേടിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2008 അമേരിക്കയുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ പറഞ്ഞ NSG നമുക്കൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കിട്ടി, ഒരു വെയ്വർ കിട്ടിയിരുന്നു. അതോടുകൂടി ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും എന്തിനു സാധ്യമാണ്? ന്യൂക്ലിയർ അഗ്രിമെന്റിന് സാധ്യമാണ്. ഇന്ത്യ അമേരിക്ക ന്യൂക്ലിയർ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക നമുക്ക് വേണ്ടി ആ കാര്യം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളുമായിട്ട് ന്യൂക്ലിയർ എക്സ്പെരിമെന്റിന്റെ പേരിൽ നമ്മളുമായിട്ട് തല്ലുണ്ടാക്കി അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള റിലേഷൻസ് അവസാനിപ്പിച്ച ആ കാനഡയുമായിട്ട് പോലും ഇന്ത്യക്ക് എന്തുണ്ട്? ന്യൂക്ലിയർ അഗ്രിമെന്റ് ഉണ്ട്, പീസ്ഫുൾ ന്യൂക്ലിയർ അഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. NSGയിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മെമ്പർ അല്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് NSGയിൽ എന്തുണ്ട്? ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ചൈന അല്ല, പാകിസ്ഥാനോ ഇസ്രായേലിനോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ ഇന്ത്യ NPT സൈൻ ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈൻ ചെയ്യും. എങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരു വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് ആ N5 കൂട്ടത്തിൽ N6 എന്നുള്ള രീതിയിൽ ഇന്ത്യയെ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ NPT സൈൻ ചെയ്യാൻ നാളെ തയ്യാറാവും. അല്ലാതെ നോൺ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സൈൻ ചെയ്യാൻ തയ്യാറാവില്ല. കാരണം നോൺ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ സൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ന്യൂക്ലിയർ ബോംബ് മൊത്തം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ന്യൂക്ലിയർ ബോംബ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ചൈന അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും എലിമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ന്യൂക്ലിയർ ബോംബ് എലിമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പോ ഇതോട് കൂടിയിട്ട് ഞാൻ ക്ലാസ് നിർത്തുകയാണ്. ഇനി നമ്മുടെ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്ത്യ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇന്ത്യ US റിലേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഡിസ്കഷൻസ് വേറൊരു തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? ഓക്കെ സാർ.